ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, നോർത്ത് പറവൂരാണ്. വെടിമറ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ്. നമ്മളങ്ങനെ ജലാൽക്കയുടെ വർക്ക്ഷോപ്പിലാണ്, നമ്മുടെ ടാറ്റ സഫാരി പണിയുന്ന സ്ഥലത്ത്. അപ്പോൾ ഗൈസ് നോക്കൂ, ഇന്ന് ഇവിടെ വരാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നതാണ്. ഞാനുണ്ട്, ലിബിനുണ്ട്, ജോസ്മി സാറുണ്ട്, നജീബൊക്കെ ഉണ്ട്. ഗൈസ് നോക്കും, അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങളാണ് മാറ്റിയത്, ഏതൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്, പിന്നെ അപകടങ്ങളിൽ നിന്ന് പറ്റിയ സാധനങ്ങളെല്ലാം ഊരി മാറ്റി വണ്ടി ഷെല്ലാക്കി ആ ഒരു രീതിയിൽ ഇപ്പം ക്രാങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വാഹനം. അതായത് നമ്മുടെ വണ്ടിയിലെ പോയ സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റിയാണ്. അതായത് ഇപ്പൊ എന്തൊക്കെ സാധനം നമ്മുടെ വണ്ടി പോയി നമുക്ക് ഇപ്പൊ അറിയാൻ വേണ്ടി പറ്റും. അതായത് കുറെ പൈപ്പുകള്, ടെർബോ, അങ്ങനെ ഫ്രണ്ടിലത്തെ കമ്പികള്, ബോഡി പാർട്സുകൾ കുറെ അധികം പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈബറിന്റെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഫൈബറിന്റെ സാധനം നമ്മുടെ വാഹനത്തിലില്ല. ബമ്പർ മുതലായ അതിന്റെ ഉള്ളില് പിന്നെ ഫൈബർ എന്നാ പറയുന്നത്. ഫൈബർ, പിന്നെ അതേപോലെ തന്നെ ഡാഷ് ബോർഡ്, അതുപോലെ സംവിധാനങ്ങൾ, നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് പോയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പോയായിരുന്നു. ഇനി ഞാനൊന്ന് വിശദമായി സംസാരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ടാറ്റ സഫാരി നമ്മൾ നേരെ നജിബിക്കടുത്തുണ്ട്. കുറച്ച് സ്ഥലത്ത് നിന്ന് ടച്ചപ്പ് സംഭവങ്ങളും പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കി ഗൈസ് അങ്ങനെയാണ് സംഭവങ്ങൾ. ഇനി നേരെ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ജലാൽക്ക് എത്തിയിരിക്കുകയാണ്. ജലാൽക്ക് ഒരു സാധനം എടുക്കാൻ പോയതാണ്. നമ്മുടെ വണ്ടി അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ക്രാങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉത്തരവ്. എന്തിനാ ഇതിന്റെ അടുത്ത് വെച്ചാക്കുന്നത്? ഇത് നമ്മുടെ വണ്ടിയെ എന്നാ പേര് പറഞ്ഞേട്ടാ? ഇതിന്റെ പേരുന്ന ടെൻഷൻ ബാർ. ടെൻഷൻ ഉള്ളവർക്ക് പിടിക്കാം. വണ്ടിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ ഇത് വണ്ടിയുടെ അല്ലെന്ന് പറഞ്ഞത്. ഇത് അങ്ങനെ നോക്കൂ, ഇതിനെ സംസാരിക്കുന്നത്. നജീബൊക്കെ അവിടെയുണ്ട്, ഇത് ജോസ്മി സാറ് തൊട്ടിവിടെ ഉണ്ട്. സാറിന് ചെറിയ ഉറക്കത്തിന്റെ ഒരു കുങ്കിലുണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇന്നലെയാണ് റൂം എടുത്ത് കിടന്നുറങ്ങിയത്. ജലാൽക്ക് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ജലാൽക്ക് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് നമ്മള് കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ പൊക്കവും താത്തവും ഒക്കെ ചെയ്തെല്ലാം ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കീ അടിക്കുന്ന ആള്. ഞങ്ങള് നോക്കുന്ന ആള്. സാറോ നമ്മള് നാക്കും കൊണ്ട് തള്ളും. അപ്പൊ തള്ളി നീ നോക്കി സാറ് തള്ളി. എന്നാ ഞാനിത് വെക്കുന്ന ആള് ഞെക്കി അടുക്കി. അല്ലേ ഗൈസ്, നമ്മുടെ ജമ്പർ ഞാൻ എടുത്തു. ഈ ജമ്പർ എടുത്തിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാണ്ടോ. അതായത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണാക്കണ്ടേ സാറേ? ഓണായില്ലേ? ഇത് ഓണായി. ഇവിടെ ലൈറ്റ് വരുമല്ലോ, ഇവിടെ ലൈറ്റ് വരണമല്ലോ. വന്നില്ലല്ലോ. വന്നില്ലല്ലോ. ഇവിടെ ബൂസ്റ്റ് കൊടുക്കണമല്ലോ. എന്തോ ഓണം പരിപാടി എന്തോ ഉണ്ട് കേട്ടോ, എന്തോ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ ബാറ്ററി ഇവിടെ വെക്കുന്നു. നേരെ അടിപൊളിയാണ്. എന്നിട്ട് ജലാൽക്ക ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞുതരും. ഈ ആദ്യം പുള്ളി ഇത് സ്റ്റാർട്ട് ആക്കാന്നുള്ളതാണ് മിഷൻ ആണോ? പിന്നെ ഇന്നലെ ഇത് നമ്മള് കുറെ നേരം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇത് ലിഫ്റ്റ് ചെയ്ത് പൊക്കിയത്. നമ്മളത് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാനല്ല, ജലാലിക്കാണ് കഷ്ടപ്പെട്ട. പിന്നെ ചേട്ടന്റെ കൂടെ ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. കൊടുത്തോ? ആയില്ലേ? അടിച്ചോ? രണ്ടടി മൂന്നടി കിട്ടുള്ളൂ കേട്ടാ. അതെ, അതുകൊണ്ട് കിട്ടൂല. ചെറിയ സാധനമല്ലേ ചേട്ടാ. അത് പോരാ ക്രാങ്ക് ചെയ്യണം നന്നായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ കംപ്രഷൻ കറക്റ്റ് ആവുള്ളൂ. കഴിഞ്ഞില്ലേ? ഇല്ല, ഇനി അടിക്കാൻ പറ്റില്ലേ? രണ്ടുമൂന്നടി അടിക്കാം. എന്തായാലും അത് പോരാ. പിന്നെ ക്രാങ്ക് ചെയ്യണം ഇനിയും. അതെ, അതൊക്കെ ഉണ്ട്. പക്ഷെ ഡീസൽ വരണമല്ലോ, ഇഞ്ചക്ടറിലേക്ക് ലൈനുകളിലേക്ക് ഡീസൽ വരണമല്ലോ. അപ്പൊ അത് നമുക്ക് ക്രാങ്ക് ചെയ്ത് വിളിച്ചാലോ? ബാറ്ററി ഒക്കെ ഡെഡാണ്. കാരണം നല്ല ബാറ്ററി വേണം. അതെ, അത് വെച്ചാല് ഓൾറെഡി ഇരിക്കണ വണ്ടികൾ അധികം ഓടിക്കണില്ലല്ലോ. അപ്പൊ അത് നമ്മളിതിപ്പോ ഡെഡായി കിടക്കണ എഞ്ചിനല്ലേ, റീകംപ്രഷൻ ചെയ്ത് അതിനെ എയറും വന്ന് കംപ്രഷൻ ആവണമല്ലോ. എയർ ടൈറ്റ് വന്നാലേ നമുക്ക് ഇത് വരും. വർക്ക് ചെയ്യുന്ന വണ്ടികളൊക്കെ ഇല്ലേ, നമുക്ക് ഇതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ, വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ വിശദമായി വേണമെങ്കിൽ പറയാം. ഇപ്പൊ എഞ്ചിന്റെ ഭാഗങ്ങള് ഏകദേശമൊക്കെ ഇത് ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ടില്ല. നിലവിൽ എബിന്റെ വണ്ടി വന്നേക്കണ കണ്ടീഷനിൽ വെച്ചാണെങ്കിൽ ഇത് ക്രാങ്ക് പോലും ചെയ്യില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ പിടുത്തം പിട്ടെന്നൊക്കെ പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതിന്റെ വാൽവുകളൊക്കെ
ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ ലിഫ്റ്ററുകളൊക്കെ പൊട്ടിക്കിടക്കായിരുന്നു ഇടി കിട്ടിയതിന് ശേഷം. അതെ, വാൽവ് ഓവർ തുറന്ന് അതിന്റെ ലിഫ്റ്ററൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ടൈമിംഗ് ബെൽറ്റ് ഫ്രണ്ടിൽ നിന്നുള്ളത് ഹാങ് ചെയ്യാനുള്ളത്. ഈ ബെൽറ്റ് ഇട്ട് അത് എന്തായാലും അത് ഒരു റോള് 2 റൗണ്ട് 3 റൗണ്ട് നമ്മൾ ഫ്രീ ആക്കി കറക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ഇത് എഞ്ചിനെ ഇവിടെ ഫിറ്റ് ആക്കിയേക്കണത്. അല്ലാതെ ഇത് കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ, ടൈമിംഗ് ബെൽറ്റ് കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കംപ്രഷൻ ഇല്ല. ഓക്കെ, പിടുത്തം വിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി കംപ്രഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സ്, ഇവൻ്റെ വണ്ടിയുടെ ഗിയർ ബോക്സ് ഇവിടെ നിന്ന് ഇടി കിട്ടി എഞ്ചിൻ ഇവിടം വരെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു എഞ്ചിൻ ഇരുന്നിരുന്നത്. അതോടുകൂടി തന്നെ ഗിയർ ബോക്സും അകത്തേക്ക് പോയി. ഗിയർ ബോക്സും ഇപ്പൊ ലോക്കാണ്. ഓൾറെഡി ഗിയർ ബോക്സ് മാറിയാണ് ടേബിന്റെ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഗിയർ ബോക്സ് ഊരാൻ പറ്റിയിരുന്നില്ല. അതായത് ഇത് അങ്ങടെ അകത്തേക്ക് പോയിട്ട് അവിടെ ഷെല്ലായിട്ട് ലോക്കായിട്ട് ഗിയർ ബോക്സ് ഊരാൻ പറ്റാതെ വണ്ടിയുടെ അകത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് വണ്ടി പൊളിച്ചാണ് ഇതിനുള്ളിൽ. അതായത് ഈ സ്റ്റിയറിംഗ് വീൽ ഈ വണ്ടിയുടെ അല്ല, പൊളിച്ചു. ഇവിടെ ഇങ്ങനെ ഈ വൂളൻ മാറ്റൊക്കെ എടുത്ത് മാറ്റി ഇവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചിട്ടാണ്. അതായത് ഇവിടെ 2-3 പീസ് ഉണ്ടായിരുന്നു ഈ ഗിയർ ബോക്സിന്റെ മുകളിൽ തന്നെ ഈ ഷെല്ല്. ഇത് അതായത് ഇത് ടാറ്റ ചെയ്തിരിക്കുന്നത് വെരി സ്ട്രെങ്ത് ആയിട്ടാണ്. ഇതിന്റെ ഈ തകിടിന്റെ തിക്നെസ് കൃത്യം 18 കേജെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പക്കയാണ്. അതിലും ഇത് നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, അതായത് സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട് ടാറ്റ. അതുകൊണ്ട് അവിടെ നിന്നുള്ള ആ ഇടി ഉണ്ടല്ലോ പൊട്ടി വരാതെ അവിടെ തന്നെ ഇതിനെ ലോഡ് ചെയ്ത് ഇവിടെ നിർത്തുക ചെയ്തത്. അതല്ലെങ്കിൽ അവിടെ നിന്ന് പൊട്ടി ഇങ്ങോട്ട് അകത്തേക്ക് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോ ഇവിടെ ഇതിങ്ങോട്ട് തെറിച്ച് വന്നേനെ, മൊത്തത്തിൽ ഈ ക്യാബിൻ ഇങ്ങോട്ട് പോന്നേനെ. അതെ. അതായത് ഈ 18 കേജ് തകിടിന്റെ സ്ട്രോങ് കൊണ്ടാണ് അവിടെ നിങ്ങളുടെ അത് വരാതിരുന്നത്. ദൈവമേ, അതുങ്ങാനും ഇങ്ങോട്ട് അടിച്ചു കയറിയാന്ന് ആലോചിച്ചു നോക്കിയെങ്കിൽ. അതായത് ഈ പറയല്ലേ ഡാഷ് ബോർഡ് ഇതൊക്കെ കൂടി വന്ന് ഇവിടത്തെ ഈ വാട്ടർ പാനലിന്റെ പോർഷൻ വന്നിട്ട് ഇവിടെ വന്ന് നെഞ്ചിലേക്ക് വന്ന് കയറിയിരുന്നേനെ. അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നതിന്റെ പേരിലാണ് അത് അവിടെ തീർന്നത്. ആ ഇടിയുടെ ലോഡ് മുഴുവൻ ലാസ്റ്റ് തീർന്നത് ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് പൊട്ടി, ചെറുതായിട്ട് പൊട്ടി. ഇത് പിരിക്കുന്നത് എവിന്റെ ഗിയർ ബോക്സ് അല്ല, കാരണം നമുക്ക് അത് കയറ്റി വെച്ചാലേ സ്റ്റാർട്ടർ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടർ കണക്ട് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിയെ. അപ്പൊ അതിന്റെ പേരിൽ ഗിയർ ബോക്സ് എന്റെ ഉണ്ടായിരുന്ന സ്പെയർ വെച്ച് ഞാൻ കയറ്റി വെച്ചിട്ട് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിവം നോക്കി. ഞാൻ കാണിച്ചു തരാം. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പൊട്ട് വീണിട്ടുണ്ട് അതിന് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് ലാസ്റ്റ് ഹൗസിംഗിലാണ് ആക്സിൽ വന്ന് കയറുന്നത്, ജോയിന്റ് വന്നു. ആ ജോയിന്റിന് ഒരു ചെറിയൊരു പിരിച്ചിലും വന്നു. അതായത് ഇങ്ങനെ സ്റ്റഡിയിൽ നിൽക്കേണ്ടത് ഒന്ന് പിരിഞ്ഞേക്കാണ്. ഒന്ന് പിരിഞ്ഞാൽ പിന്നെ തീർന്നു. ടെമ്പററി നമുക്ക് നിവൃത്തം പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അത് പോയി. അപ്പോൾ ബാക്കിൽ പിന്നെ ഹൗസിങ്ങിന് പ്രശ്നമില്ലാന്ന് നമുക്ക് മനസ്സിലായി. ഈ വണ്ടി നമ്മൾ അവിടെ നിന്ന് കയറ്റിയപ്പോ വീല് ജാം ആയിരുന്നു. ബ്രേക്ക് പെഡൽ ലോഡായി കിടക്കായിരുന്നു, ചവിട്ടില് ബ്രേക്ക് പെഡൽ ലോഡായി കിടക്കായിരുന്നു. ഹൗസിംഗിലും മറ്റുള്ള നമ്മുടെ മീറ്ററാണ്. സൂചിയൊക്കെ ഡെഡായി, സൂചിയൊക്കെ ചത്ത് ഇവിടെ അറ്റത്ത് കിടപ്പുണ്ട്. RPM ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചില ലൈറ്റുകളൊക്കെ വരും. പക്ഷെ നമ്മൾ ECM കണക്ട് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് പ്രോഗ്രാം എല്ലാം കാണിക്കുക. പക്ഷെ ഇപ്പൊ 1,29,99 1,30 ആകാറായിട്ടോ. 1,29,980 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത്. അത് ജെനുവിൻ ആയാലും അത് ഓക്കെ. അങ്ങനൊന്നും പറയല്ലേ, നെഞ്ചത്തോളം അടിയായി പോകും അല്ലേ എത്രയാന്നുള്ളത്. ഇത് ഇനിയിപ്പോ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്റെ ഒറ്റ ടയറിന് ഒരു രീതിയിലുള്ള ഇതും പറ്റില്ല കേട്ടോ. അല്ല സാധാരണ ഈ അടിക്കൊക്കെ ടയർ ബെൻഡായി വീല് ബെൻഡായി പോകുന്നതാണ്, വീലിനൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നമ്മുടെ വണ്ടിയുടെ കുറേ അധികം സാധനങ്ങൾ, അതായത് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ്. ഈ വണ്ടിയുടെ ഇന്റീരിയറിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഊരിയെടുത്തു. ഇത് കണ്ടോ, ഇതൊക്കെ ഇതിന്റെ കൺസോളുകളാട്ടോ. ഇതുണ്ട് ഇതിന്റെ കൺസോള്, ഇതൊക്കെ പോയതാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഓൾറെഡി പോയതാട്ടോ, ശരിയാണ്. ഇതിന്റെ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ യൂണിറ്റ് എടുക്കാൻ പറ്റും. ഈ AC യൂണിറ്റ്, ഈ റെഗുലേറ്ററും അതേപോലെ തന്നെ ഈ മുകളിൽ വരുന്ന LX-ന്റെ തന്നെ ഈ ബേസ് മോഡ്, ഇതിന്റെ ഈ കണക്ടറും ഇത് പോയിട്ടോ. ഇത് പൊട്ടിപ്പോയി ജോസ്മിൻ സാറേ, ഇത് മൊത്തം പൊട്ടിപ്പോയി. ഇത് മൊത്തം പൊട്ടിപ്പോയി. ഇത് പിന്നെ 4 ഇൻഡിക്കേറ്ററിന്റെ സംഭവമാണ്. ഇതിന്റെ മെക്കാനിസം ഇങ്ങനെ ഇതുണ്ടോ, ഇതിങ്ങനെയൊന്നും വർക്ക് ആവൂലായിരുന്നു. ഇത് തിരികെ പോലും ഇല്ലായിരുന്നു ഈ സാധനം. ഇത് AC മോഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് AC മോഡ് നമുക്കിപ്പോ മഞ്ഞത്തൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് ഹീറ്റ് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് നമുക്ക് വന്ന് മിസ്റ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ടാറ്റ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിനൊരു മോഡ് ഫംഗ്ഷൻ ഉണ്ട്. ഇതെല്ലാവരും കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ യൂസ് തന്നെയാണ് എന്തൊക്കെയായാലും. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തുണി വെച്ചോ പേപ്പറൊക്കെ വെച്ചോ ഗ്ലാസ് തുടക്കേണ്ടി വരും. അപ്പൊ ഇത് ഹീറ്ററാണിത്. ഈ ഹീറ്റർ ഇതിവിടെ കേബിൾ ഇങ്ങനെ വർക്കാണ്. പക്ഷെ ഇതിന്റെ കണക്ഷൻ ഒന്നും കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ല. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. അതെ. അപ്പൊ ഇതിങ്ങനെ അപ്പൊ ഇതൊന്നും അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വെറുതെ ഫ്രീ ആയിട്ടാണ് കിട്ടിയിരുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് നമുക്ക് എഞ്ചിൻ ഓഫ് ആവുമ്പോഴാണ് ഈ കൂളർ, അതായത്
ഹോട്ട് ആൻഡ് കൂൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണത്. ആ ഫംഗ്ഷൻ എഞ്ചിൻ ഹീറ്റ് ആവും. എഞ്ചിൻ ഹീറ്റ് ആയാൽ മാത്രമേ ചൂടുകാറ്റ് വരുള്ളൂ. നമുക്ക് ചൂടുകാറ്റ് വരുമ്പോഴാണ് തണുത്തിരിക്കുന്ന നെസ്റ്റിനെ അടിച്ചു കളയാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ സാധനം അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഈ യൂണിറ്റ് നമുക്ക് എടുക്കാം, പക്ഷെ ഈ പാനൽ പൊട്ടിപ്പോയി. ഇനിയിപ്പം ഇതിന്റെ ഡാഷ്ബോർഡ് എവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഡാഷ്ബോർഡ് എവിടെയാ? ഡാഷ്ബോർഡ് ഒരു മൊത്തത്തിൽ ഗൈസ് ഇതിന്റെ ഡാഷ്ബോർഡ് എവിടെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബോണറ്റിന്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. അടിച്ച് ചമ്പറം ആയി പോയ നമ്മുടെ ബോണിന്റെ അവസ്ഥയാണ്. ഇതാണ് ഈ അടി താങ്ങിയത് കേട്ടോ. ഇതൊന്ന് പിടിച്ചു നോക്കിയേ നജീബ്ക്ക, ഇതൊന്ന് പിടിച്ചു നോക്കിയേ, പിടിച്ചു നോക്കിയേ. 16 കേജോ? 18 കേജാ പോലും. ജോസ്മി സാറ് ഇപ്പൊ ഇത് എടുക്കണമെന്ന് പറഞ്ഞിരിക്കട്ടോ. ജസ്റ്റ് എന്റെ വള വെച്ചൊന്ന് വെറുതെ മുട്ടി കാണിച്ചില്ല. അതുകൊണ്ടോ നോക്കിയേ, കട്ടി നോക്കിയേ. വേറെ കാര്യമുണ്ട്, ഈ സാധനം കാണിച്ചു അടിക്കില്ല അടിക്കില്ല അങ്ങനെ അടിക്കില്ല അടിക്കണ അങ്ങനെയല്ല. അതേ സമയത്ത് ഈ കട പുതിയ നമുക്ക് ഇതിങ്ങനെ അടിച്ച് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു പ്രൊട്ടക്ഷൻ ഇത് തന്നെ സെറ്റ് ചെയ്തതുണ്ട്. നമ്മുടെ വണ്ടിയുടെ പിന്നെ ഇത് ബോണറ്റാണ് ഇപ്പൊ പുള്ളി കാണിച്ചു തന്നെ. ജലാൽക്ക ഇനിയിപ്പോ നമ്മുടെ ഇതൊന്ന് കാണിച്ചു തന്നെ ഡാഷ്ബോർഡ്. അപ്പുറത്തെ സൈഡിലേക്ക് അല്ലെന്നത് ബാക്കിയുള്ള സാധനങ്ങൾ പുള്ളി കാണിച്ചു തരും. നമുക്ക് ആദ്യം അല്ല ജലാൽക്ക ഡാഷ്ബോർഡ് കാണിച്ചല്ലോ. ഓ ഗൈസ് എല്ലാ സാധനവും തൊട്ടിപ്പുറമായിട്ടിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വന്നിട്ട് ജലാൽക്ക ഇവിടുന്ന് ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരും. ഇതുണ്ടോ, ഇത് നമ്മുടെ പിന്നെ ഇതിന്റെ എഞ്ചിൻ ഭാഗമാണോ? എഞ്ചിന്റെ വയറിംഗ് കിറ്റാണ് ഇത്. ഇതിന്റെ വയറിംഗ് കിറ്റ് ECM ഒക്കെ കണക്ട് ചെയ്യുന്ന അതിന്റെ വയറിംഗ് ഭാഗങ്ങളും സംഭവങ്ങളും കപ്ലറുകളും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടോ. ഇതിപ്പോ എന്റെ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില വെബിന് മനസ്സിലാവില്ല, ആകെ കൺഫ്യൂഷൻ ആവും. പറയണം പറഞ്ഞോണ്ട് വിഷയമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ ഞാൻ സ്പെയർ എടുത്തിരിക്കുന്നതാണ്. കാരണം ഇത് പറഞ്ഞുതരാം. ഇത് നമ്മളിപ്പോ താൽക്കാലികമായിട്ട് എനിക്ക് സ്പെയറുകൾ ഉണ്ട് ഇവിടെ. ഇതിന്റെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് വീക്കാണ്. അപ്പൊ ഞാനൊരു സ്പെയർ വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതിലാണ് ഇഞ്ചക്ടറിന്റെ സോക്കറ്റ്സുകൾ വരുന്നത്. അതേപോലെ ഈ സാധനം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ട്രാവലിന്റെ ഈ സാധനം മൊത്തം നമ്മൾ പുതിയ വയറിംഗ് കിറ്റ് മാറ്റിയതാണ്. ഓർമ്മയുണ്ടോ? ഫുള്ള് നമ്മൾ മാറ്റി. നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ മറ്റേ അഖിലേട്ടം മാറ്റി. ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മളൊരു എഞ്ചിൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ECM ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്തുമാണ് ഈ കപ്ലറുകൾ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാൻ തന്നെ ECM ബോർഡ് വഴിയാണ്. നമ്മുടെ ഈ ECM അതായത് ബുൾജറ്റിന്റെ ഇതിന്റെ ഈ വണ്ടിയുടെ ഈ ECM ഇടി കൊണ്ടിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. ഡൽഫിയുടെ ആണ്. ഡൽഫി ടാറ്റ കൊടുക്കുന്നത് ഡൽഫിയുടെ. അപ്പൊ ഇത് ഇവിടെ ഇരിക്കുന്നത് ഇടി ഇട്ടിട്ട് ഇതാ ഇവിടെ ഒരു ചളുക്ക് വന്നിട്ടുണ്ട് ഇതിന്. അപ്പൊ ഇതിനുള്ളിൽ ബോർഡ് ഉണ്ടാവും. ഈ ബോർഡ് ബെൻഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ ECM പോയി. ഈ ECM കണക്ട് ചെയ്യാൻ പറ്റില്ല. വണ്ടിയുടെ തലച്ചോറ് പോയി. അതിന് പകരം നമുക്ക് വേറെ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ അതെ ഇത് ഞാൻ സ്പെയർ, നമുക്ക് ഇവിടെ സ്പെയറുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഞാനത് പുറത്തേക്ക് കൊടുക്കില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കില്ല. പുറത്ത് കൊടുക്കുമ്പോൾ അവര് പല സഫാരിയുടെ സ്പെയർ, വണ്ടിയുടെ പണി, അങ്ങനെയുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാനിവിടെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ. അപ്പൊ അവര് നമ്മളൊരു സ്പെയർ കൊടുത്തിട്ട് പറയാം അതല്ല അതുകൊണ്ടായില്ല. അപ്പൊ ഞാൻ അതിന്റെ പുറകിൽ കിടന്ന് തൂങ്ങേണ്ടി വരും. ഇവിടെ വന്നാൽ ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവര് കാശ് കൂടുതലായിട്ട് മുടക്കേണ്ടി വരില്ല. ഓരോ മറ്റുള്ള വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ മേടിച്ചിട്ട് വന്നിട്ടും ലാസ്റ്റ് അത് കറക്റ്റ് ആയില്ലെങ്കിലോ ഇവിടെ മാറിയിടാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ഇതിപ്പോ ECM ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഓക്കെയാണ്. അത് ഇതിനകത്തേക്കാണ് ലോക്കിംഗ് ചെയ്യുന്നത്. നല്ല ഇറച്ചിക്കറിയുടെ മണം. സൺഡേ തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഒരു എർത്ത് വയർ ഉണ്ട്, അതൊക്കെ ഇവിടെ തിരിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറിംഗ് കിറ്റ് ഇത് ഓൾറെഡി പക്കയാണ്. ഇതിന്റെ എല്ലാ സോക്കറ്റ്സുകളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് സ്പെയർ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റാർട്ടായി കിട്ടിയിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഓരോന്ന് കണ്ട കപ്ലറില്ല, ഇടിച്ച് പൊളിഞ്ഞ് തകർന്നു പോയി. ഇതൊക്കെ ജോയിൻ ചെയ്യുന്നത് ശരിയായിട്ടുള്ള പർപ്പസ് അല്ല. കാരണം ഇതിലൊക്കെ വൈബ്രേഷൻ വന്നുകൊണ്ടിരിക്കും ഫുൾ ടൈം. അപ്പൊ നമ്മളുടെ യാത്രയിൽ നമുക്ക് ഈ ഒരു വയറിംഗ് കിറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വണ്ടിക്ക് അത്രയും കംഫർട്ടാണ്. എവിടെയും ഷോർട്ട് സർക്യൂട്ട് വയറുകൾ തമ്മിൽ ചൂടാവില്ല കൂടുതലായിട്ട്. അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇത് ഒറിജിനൽ വയറിംഗ് കിറ്റാണ്. ഇതെടുത്തത് ഇതിനകത്ത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന ഈ കപ്ലർ ഞാനിത് പ്ലാസ്റ്റിക്കിന്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇടിയിട്ടിട്ട് ചതഞ്ഞേക്ക് ഇരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ. അതായത് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വെച്ച് എബിന്റെ വണ്ടിയോ ആരുടെ വണ്ടിയോ പണിയരുത്. താൽക്കാലികമായിട്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇത് നോക്കിയേ, ഹെഡ്ലാമ്പ് സെറ്റ് നോക്കിയേ. ഇത് നോക്കിയേ, അതേപോലെ ഒന്നുമില്ല, എല്ലാം തകർന്നു പോയി.
വയറിംഗ് ഒന്നുമില്ല, ഇത് വണ്ടിയുടെ സാധനങ്ങൾ ഇപ്പൊ കുറച്ച് ഊരിയത് കാണിച്ചു കേട്ടോ, കരഞ്ഞു പോകും. അപ്പൊ അതെന്തുകൊണ്ടാണ് ഞാൻ ആ വയറിംഗിട്ട് മാറുന്ന പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ കപ്ലറുകൾ കണ്ടോ, ഇതിന്റെ ഒരു സൈഡിലെ പല്ലില്ല. അപ്പൊ ഇത് ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി അത് അവിടെ ഇരിക്കില്ല, അത് കിടന്ന് വെറുതെ ECM കണക്റ്റഡ് ആണ് ഇഞ്ചക്ടറുകൾ. അപ്പൊ ഇത് വിട്ടും ഇഞ്ചക്ടർ ലാസ്റ്റ് പിടിച്ചു നിൽക്കും, ലാസ്റ്റ് വണ്ടിയുടെ പെർഫോമൻസ് കുറയും. അപ്പൊ ഇത് ഏതാണ് എന്താണെന്ന് കൃത്യമായി പണിയാറും അറിയാത്തവരുടെ കൊണ്ടുപോകുമ്പോൾ അവൻ ഇത് കംപ്ലീറ്റ് അയച്ചു പെറുക്കും. ലാസ്റ്റ് അവന്റെ കൺഫ്യൂഷൻ തീരെയില്ല, അതല്ലെങ്കിൽ ആ വണ്ടി സക്സസ് ആവേയില്ല, കസ്റ്റമറിന്റെ കാര്യം നടക്കുകയില്ല യാത്രയിൽ. ചേട്ടാ ഇതൊക്കെ ബെൻഡായിപ്പോയില്ലേ? അതെ. ഇത് ആടുന്നുണ്ടോ? വൈപ്പർ പാനൽ പോർഷൻ ഇടിച്ചകത്തേക്ക് വൈപ്പറാണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. വൈപ്പർ ഇവിടെ നൂരാൻ പറ്റില്ല, ഇതാണ് വൈപ്പർ ഇരിക്കുന്നത്. വൈപ്പർ പാനൽ പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഊരാൻ പറ്റില്ല. ഇത് മോട്ടർ ഊരാൻ നമുക്ക്, പക്ഷെ വർക്ക് എടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫ്യൂസ് കാരിയർ ബോക്സ് ഇത് പൊട്ടിപ്പൊളിഞ്ഞാകിയിരിക്കുകയാണ്. ഇതൊക്കെ മൊത്തത്തിൽ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഫ്രണ്ട് ഭാഗം ഒരുമാതിരിയൊക്കെയാണ്. കംപ്ലീറ്റ് അതിനകത്ത് റീസ്റ്റോർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇനി ടർബോ സ്റ്റക്കാണ്, ഇമ്പല്ലർ സ്റ്റക്ക് ആയിരിക്കാണ് ടർബോന്റെ. അല്ല ചേട്ടാ ഇത് ഒരു മിനിറ്റ്, ഇവിടെ ഇങ്ങനെ സാധനം ഇല്ലായിരുന്നു? അതെ, അത് നമ്മൾ റെഡിയാക്കി എടുത്തു. അതായത് ഇതിന്റെ ഈ കാണുന്ന ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ബെൻഡായി പോയിരുന്നുണ്ട്. പക്ഷെ കമ്പനി ഇത് വെച്ചാക്കുന്നറിയോ, അത്യാവശ്യം നമ്മുടെ വണ്ടി കിടി താങ്ങാൻ വേണ്ടിയാണ് കമ്പനി ഇത് വെച്ചാക്കുന്നത്. ബമ്പറാണത്. ഇത് നമ്മൾക്ക് ഇത് ഇതിന്റെ വണ്ടിയിൽ അതെ നമ്മുടെ തന്നെയാണ്. ഇത് ഇടിച്ചു പൊളിഞ്ഞു മാറി, അത് കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. അത് പോയിട്ട് അവസാനം നമ്മുടെ എഞ്ചിന് ദൈവാനുഗ്രഹത്താല് വലിയ രീതിയിലുള്ള തട്ടുകേട് കിട്ടിയിട്ടില്ല. ഗിയർ ബോക്സ് പൊട്ടിപ്പോയെന്നാണ് ജലാൽക്ക പറഞ്ഞത്. ഗിയർ ബോക്സിന്റെ എല്ലാ സംഭവങ്ങളും ജലാൽക്ക ഇപ്പൊ നമ്മളെ കാണിച്ചു തരും. ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഗിയർ ബോക്സ്. ഇതിന് പൊട്ടലും സംഭവങ്ങളൊക്കെ പോയത് കാണാട്ടോ. ഇതാ ഇങ്ങനെ നോക്കടാ സെവിനെ, ഇത് കണ്ടോ പൊട്ടലുണ്ടോ? കാണുന്നുണ്ടോ സെവിനെ? 1X-ലോ 2X-ലോ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കാണാടാ. കണ്ടോടാ, ഇതേ ആ കൈ ഇരിക്കുന്ന അവിടെ ഒരു പൊട്ടലുണ്ടോ? കണ്ടോടാ, ക്രാക്ക് ഉണ്ട്. അതെ, പൊട്ടി ഇതുണ്ട്, ഇവിടെ ഒരു പൊട്ടലുണ്ട് കേട്ടോ. അപ്പൊ ഇതങ്ങനെ ഇത് ലീക്ക് ആയതാട്ടോ. ഷിഫ്റ്റിംഗ് നടക്കില്ല ഇത്, കാരണം ഇത് റിപ്പയറിംഗ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, എഞ്ചിൻ പണിയാൻ നമുക്ക്. പക്ഷെ ഗിയർ ബോക്സിൽ അങ്ങനെ തകരാറുകൾ സംഭവിക്കാറില്ല, പൊതുവെ സംഭവിക്കാറില്ല. അത് കൃത്യമായി ഇല്ല, ഗിയറുകളൊന്നും വീഴില്ല. അത് ഫൗണ്ടേഷനാണ്, ഗിയർ ബോക്സ് ഇരുന്ന ഫൗണ്ടേഷൻ ബെൻഡായിട്ടുണ്ട്. കാരണം ഈ സ്റ്റഡി ഇപ്പുറത്തില്ല, ഈ സ്റ്റഡി അലോമെന്റ് അപ്പുറത്തില്ല, ഇടിച്ച് ചതഞ്ഞത് ചരിഞ്ഞു പോയി ഒരു സൈഡിലേക്ക്. ഇതിനകത്ത് വാട്ടർ സ്പ്രേ ഒക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിൻഷീൽഡിലേക്ക് വരുന്ന. അത് കുഴപ്പമില്ല, ബാക്കിയുള്ള സാധനങ്ങൾ ഇനി ഒരുപാട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബമ്പർ എടുക്കണതിൽ ഈ കാണുന്ന ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് ബമ്പർ പൊട്ടിപ്പോയി. പക്ഷെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോ ഇങ്ങനെയാണ്, കണ്ടോ? ഇവിടെയാണ് ഫോഗ് ലാംപ്സ് വരുന്നത്, 2 ഫോഗ് ലാംപ്സ് രണ്ടറ്റത്തായിട്ട്. അത് അടിച്ചു പൊളിഞ്ഞു പോയി, മോൾ ഭാഗം ഇടിച്ചു പൊളിഞ്ഞു പോയി. അത് പോയി. ഇനി അടുത്ത് സൈഡ് പാഡ്, ലെഫ്റ്റ് ഫെൻഡർ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. ലെഫ്റ്റ് ഫെൻഡർ ആണ് ഈ കാണുന്നത്, അടിച്ചു പൊളിഞ്ഞു പോയി. ഇതിവിടെ ചണങ്ങി കയറി ഇവിടുന്ന് അത് പോയി. അവിടെ അങ്ങനെ പോയല്ലേ. പിന്നെ ഇത് റൈറ്റ് ഫെൻഡർ, ഇത് ഒരേ എടുത്താൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് റൈറ്റ് ഫെൻഡർ, ഇത് അടിച്ച് ചളങ്ങി പോയിട്ട് ഇവിടെ. അതും പൊളിഞ്ഞു പോയി. സോറി, ഇത് റൈറ്റ് ഫെൻഡർ അല്ല, ഇത് ലെഫ്റ്റ് ഫെൻഡറും മറ്റേത് റൈറ്റ് ഫെൻഡറും. അത് പോയി. ഇത് അതിന് ശേഷം പിന്നെ ഡാഷ്ബോർഡിന്റെ കാര്യം ചോദിച്ചിരുന്നു. ഡാഷ്ബോർഡ് ഒടിഞ്ഞു ഉറങ്ങി പോയിട്ടാ. ഡാഷ്ബോർഡിന്റെ അവസ്ഥ ഇതാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇരിക്കും, ഇതൊക്കെ പറിച്ചെടുക്കാനും പറ്റും. പറിച്ചെടുക്കാൻ വേണമെങ്കിൽ സ്വിച്ച് ഒക്കെ ഉണ്ടല്ലോ, ഇത് ടാറ്റ കൊടുക്കുന്ന. അതെ, ഇത് ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ആവാനാണ്. അതൊന്നും നമുക്ക് ചിലപ്പോൾ മൊബൈലിൽ ടോർച്ചോ അങ്ങനെ കൂടുതൽ ഇത് ഇല്ലാത്തതിന്റെ പേരിൽ തുറക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ള ലോക്കറിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണത്. പ്രധാനമായിട്ട് നമ്മൾ RC ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന്റെ ഉള്ളിൽ. അതെ. പിന്നെ അതിനകത്ത് പറയട്ടെ, പിന്നെ അതിനകത്ത് നമുക്ക് ലോക്കിംഗ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ ലോക്ക് ചെയ്യാനും പറ്റും. ലോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് ആ കീ ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തുള്ള സാധനം എടുക്കാൻ പറ്റുള്ളൂ.
ആ തരത്തില് സേഫ് ലോക്കും പോലെ ചെയ്തിട്ടുണ്ട് അത്. നോക്ക് ഇതുണ്ടോ, ഇത് നമ്മുടെ ഇതന്നെ ഇന്റർകൂളറോ അതന്നെ അതെ, കൂളറാണ് ഇത് പൊടി റേഡിയേറ്റർ അല്ല, ഇത് AC കണ്ടൻസർ ആണിത്. ഫ്രണ്ടിലെ അലൂമിനിയം, ഇത് പ്യൂർ അലൂമിനിയം ഉള്ളത്. ഇത് ചതഞ്ഞരഞ്ഞു പോയി. ഇത് നമ്മുടെ ഇന്റർകൂളർ വരും. ഇതിനകത്തൊരു സെൻസർ വരും ഇവിടെ, അതെല്ലാം അതിനകത്ത് ലോക്കായി പോയി. ഈ സെൻസർ ഇത് സെൻസർ ആണ് ഇരിക്കുന്നത്. ആ സെൻസറിന്റെ വയറാണ് ഞാൻ അവിടെ ബ്രേക്ക് ആയി പോയി എന്ന് പറഞ്ഞത്. ഇതാണ് സെൻസറിന്റെ വയർ. ഇതാണ് ഇതിങ്ങനെ താഴേക്ക് വരും. ഈ ഇന്റർകൂളർ ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കും. അതവിടെ കട്ടായി. പിന്നെ ഇവിടെ നിങ്ങളുടെ സോക്കറ്റ് ഉണ്ട്, അതില്ല ഇതിനകത്ത്. അപ്പൊ അതങ്ങനെ ബാക്കി ഇവിടെ അടുത്ത പീസ് സീമെൻസ് ആണോ? സീമെൻസ് ആണോ? സീമെൻസ് അല്ല, അതെല്ലാരും ജർമ്മനിയുടെയാണ് വരുന്നത്. ജർമ്മനിയുടെ സെൻസറുകളാണ്. അതൊക്കെ എന്തോ കവർ ആട്ടോ, അതൊക്കെ പോയി. ഇത് നമ്മളുടെ എയർ ഫിൽറ്ററിന്റെ ടോപ്പ് കവറാണിത്. ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ടോപ്പ് അല്ല, താഴെയുള്ളത്. ഇത് സാമ്പ് എഞ്ചിന്റെ അടിയിലുള്ളത്. എഞ്ചിന്റെ അടിയിലുള്ള സാമ്പ് അത്യാവശ്യം നമ്മുടെ വണ്ടികളിൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇത് ഇന്റർകൂളറിന്റെ പൈപ്പ്. ഇത് റേഡിയേറ്റർ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ഇത് റേഡിയേറ്റർ ആണ്. റേഡിയേറ്ററിന്റെ സൈഡിൽ വന്ന പ്ലാസ്റ്റിക് റേഡിയേറ്റർ. അതിന്റെ ഒരു പോർഷൻ ആണ്. ഇത് എഞ്ചിന്റെ ബട്ടർഫ്ലൈ വാൽവിലേക്ക് പോകുന്ന ഹോസിന്റെ കണക്ഷൻ ആണ്. പൊളിഞ്ഞു പോയിട്ടോ. നമ്മൾ ഈ പറഞ്ഞില്ല, ഈ അലൂമിനിയം കേസ് എന്ന് പറഞ്ഞില്ല, ഇന്റർകൂളർ പിടിപ്പിക്കണതിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇത്രയും പിരിഞ്ഞ് ബെൻഡായി പോയി. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തോട്ട് വേണമെങ്കിൽ കറക്റ്റ് ആ ഒരു അടിച്ചു തീർക്കുന്ന സംഭവം കറക്റ്റ് കാണട്ടോ. ഇത് കുറേ കഷ്ടപ്പെട്ട് ഇത് എടുക്കാൻ വേണ്ടി. കാരണം ഈ ഒരു എഞ്ചിൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഊരി എടുക്കാന്ന് വെച്ചാൽ അത്ര സിമ്പിൾ പരിപാടിയല്ല. കാരണം ഇതിങ്ങനെ അടിച്ച് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. പിന്നെ പൊസിഷൻ ബേസ് ഒക്കെ കറക്റ്റായെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് പൊക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയല്ലേ ഏട്ടാ? കിട്ടിയില്ല. ഇന്നലെ തന്നെ നമ്മൾ അത്രയും നേരം ശ്രമിച്ചിട്ടാണ് നമുക്ക് എഞ്ചിനെ നേരെ ഇരുത്താനും പറ്റിയത്. കാരണം അതിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വന്നിട്ട് ലാസ്റ്റ് ഒരു കണക്കിന് നമ്മളതിനെ എന്താ പറയാ, അതിന്റെ ക്രാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വാഹനം ക്രാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഈ വാഹനത്തിന്റെ ഇവിടെ നിന്ന് അടി കിട്ടിയെന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നുന്നില്ല. ഇതിന്റെ ബേക്ക് വശത്തോട്ട് വരുന്നത് ഇപ്പോഴും ഒന്നും പറ്റില്ലാത്ത പോലെ കേട്ടോ. ഇതുണ്ടോ, ആ ബമ്പറിനൊരു ചെറിയ ഇതുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ബമ്പറിനുള്ളൊരു ചെറിയ ഇതല്ലാതെ അങ്ങനെ വലുതായിട്ടൊന്നും ഈ ഭാഗങ്ങളിലൊന്നും ഒന്നും പറ്റിയില്ല. സംഭവിച്ചേ ഇല്ല. ഇങ്ങോട്ട് വന്നിടാം. പിന്നെ ഇതിൻ്റെ അകത്ത് നിറച്ചു വണ്ടിയുടെ സാധനങ്ങളാട്ടോ. ഞാനൊന്ന് ഇത് ബേക്കോട്ടാക്കാം. ഇതുണ്ടോ, സീറ്റ്, നമ്മുടെ വണ്ടിയുടെ സീറ്റ്. ഓ, ഇവിടെ ഒന്നും അങ്ങനെ ഇത് കയറിയിട്ടില്ല. ഇതിൻ്റെ അകത്തൊക്കെ പ്രത്യേക സ്പോഞ്ച് പോലെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് നജീബ്ക്ക എന്റെ വണ്ടിയുടെ ഇത് മനസ്സിലായി. ഇതെനിക്ക് നജീബ്ക്ക എപ്പോഴും വരുമ്പോൾ തരുന്ന കേട്ടോ. ഇത് ഫോർച്യൂണർ ആണ്. ഇത് നജീബക്ക കറുത്ത ഇത് അടിച്ച് എനിക്ക് തന്നതാണ്. ഇത് വെള്ളയാണല്ലോ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞു കേട്ടോ. അതൊന്നും ഇല്ലാതായി. മാത്രമല്ല ഇപ്പൊ എല്ലാം അയച്ചു കഴിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞ ലോറി കയറാനുള്ള ലോഡുണ്ട് അല്ലേ? എല്ലാ വണ്ടിയിൽ പറയാൻ പറ്റുള്ള അല്ലേ? എന്റെ സഫാരി സ്ട്രോം നജീബക്ക കണ്ടിട്ട് നജീബക്ക ഞെട്ടിപ്പോയിട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസക്ക് അത്രയും ഫെസിലിറ്റി ഉള്ള വണ്ടി, ഈ രിപ്പ് പൊസിഷനൊക്കെ സത്യമാണോ? ഇഷ്ടപ്പെട്ടോ? കുറച്ച് പണിയുണ്ട്. അതിന് കുറച്ച് പെയിന്റിങ്ങും അതുപോലെ സംഭവങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് നജീബ് അവിടെ ഇച്ചിരി ചെയ്യുകയാണ്. പിന്നെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. സമയത്ത് തന്നെ ജലാൽക്ക ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അതായത് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. എന്നാ ജലാൽക്ക? ഇത് ഈ ക്രോസ് ബമ്പർ ഏതാ? ഇതാ ഇതാ ഇതിങ്ങനെ കറക്റ്റ് ഈ ഒരു ഭാഗം ഷേപ്പ് പോയി. അത് പോയി. അപ്പൊ ജസ്റ്റ് ഒന്ന് അല്പം ഒരു ഇത്ര ഒരു ഇത്തിരിക്കോളം ഒന്ന് ഇങ്ങോട്ട് പോയിരുന്നു. അതൊന്ന് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒറിജിനൽ ആയിട്ടുള്ള ഫ്രണ്ടിലെ ക്രോസ് ബമ്പർ ഇതാണ് ഇപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള. ദലാൽക്ക വേറെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒറിജിനൽ. ഈ സാധനം ഇപ്പൊ മാരുതിയുടെ ചില വണ്ടിയുടെ നോക്കിയോ, ചെറിയ മറ്റേ കമ്പിയുടെ അത്ര മുതലുള്ള സാധനങ്ങൾ. അപ്പോ ഇത് ഇവിടെ ഫിക്സ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ അലൈൻമെന്റ് കിട്ടി. അലൈൻമെന്റ് ചേസിന് പ്രോബ്ലം ഇല്ല എന്നുള്ളത് നമ്മളിപ്പോ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് ഈ ബമ്പർ വന്നിരിക്കുന്നത്. ഇത്രയും ഭാഗത്ത് ഏകദേശം വരുമ്പോൾ ഒരു 1.25 അടിയോളം, അല്ലെങ്കിൽ ഒരടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഉള്ളിലേക്ക് പോയി. ഒരടിയല്ല, ഇത്ര അടി കിട്ടിയിട്ട് ഇതിന്റെ ഈ ഒരു സംഭവം ഉള്ളിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കുക. എഞ്ചിൻ അതിന്റെ ക്വാളിറ്റിയാണ് ശരിക്കും അല്ലേ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പൈസക്ക് കിട്ടാൻ പറ്റിയ ഏക XUV ആണ് ഈ ഒരു ടാറ്റ സഫാരി. പക്ഷെ അതിന്റെ ഗുണഗണങ്ങൾ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കിട്ടാനില്ലാത്ത രീതിയിലേക്ക് വാഹനം മാറും. പിന്നെ അതുപോലെ മെയിൻ്റെനൻസും ചെയ്യണം. ബാക്കി വണ്ടികൾ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഈ വണ്ടി ആരും മെയിൻറ്റെയിൻ ചെയ്യില്ല. അതാണ് ഒരു വലിയ വിഷമം.
ഇപ്പൊ തന്നെ ഭയങ്കര ഡിമാൻഡ് വണ്ടിക്കല്ലേ? പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഒരു ടീം എബിനെ വന്നിട്ടുണ്ട്. അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന വർക്ക്ഷോപ്പുകൾ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സഫാരി മാത്രം നോക്കി എത്ര വണ്ടിയാണ്, വേറൊരു വണ്ടിയില്ല, സഫാരി സഫാരി മാത്രം മാത്രം പണിയുന്ന അപ്പൊ അങ്ങനെ ഒരാളെടുത്ത് വന്നാൽ നമുക്ക് പെർഫെക്റ്റ് ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. പജീറ ബുൾഡോഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അകത്ത് 1-2 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാർ പണിയെടുക്കൂലോ. അതെ, അതിനെ കുറിച്ച് ആരും പറയില്ല, ഒന്നും പറയില്ല. അതിന്റെ ബ്രേക്ക് എക്സ്ട്രാ, അത് ശരിക്കും പറയാൻ കേസ് ഇപ്പൊ ഒരു പജീറ എന്ന് പറഞ്ഞ വാഹനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അതിന്റെ ബ്രേക്ക് അത്ര കൊള്ളൂല. അതിന് ബ്രേക്ക് മാറ്റി പിടിപ്പിക്കണം, പിന്നെ അതിന്റെ ക്ലച്ചിന് പണിയെടുത്ത് അതിന്റെ ക്ലച്ച് എന്താ എയർ ക്ലച്ച് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആക്കണം, എങ്കിലും ആ വണ്ടി ചോകത്തുള്ളൂ. പിന്നെ സഫാരി ആരും പിന്നെ അങ്ങോട്ട് പണിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആയിക്കോട്ടെ, ഇപ്പൊ ഈ പിന്നെ ഫോർച്യൂണർ പോലെയുള്ള അല്ലെങ്കിൽ ഈ പജിറ പോലെ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ വലിയ പൈസ കൊടുത്ത് പണിത് കുട്ടപ്പനാക്കി ഇറക്കും. അതേപോലെ ഇത് പണിത് ഇറക്കി കഴിഞ്ഞാണല്ലോ വേറെ മൂടായിരിക്കും. വരുമ്പോ അത് കണക്ട് ചെയ്യാം, ചെറിയ സൗണ്ട് വരുമ്പോൾ അവോയ്ഡ് ചെയ്യാതിരിക്കാം. അതെ, പിന്നെ വണ്ടിയെ നമ്മൾ സ്നേഹിച്ചാൽ വണ്ടി തിരിച്ച് നമ്മളെ സംരക്ഷിച്ചു അതിന്റെ ഉത്തമ തെളിവാണിത് ഈ വണ്ടി. കാരണം ഇത്രയും വലിയ ആക്സിഡന്റ് ആയിട്ടും നമുക്ക് വലിയ കാര്യമായ അപകടങ്ങളൊന്നും ഇല്ലാതെ സംരക്ഷിച്ച വണ്ടിയാണ്. അതെ, ഈ ഒരു അതുപോലെ നോക്കിയാൽ മതി. ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള, ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു വണ്ടി അതിലൊന്നും പറയാനില്ല അതിനകത്ത്. അതെ അതെ, ഒരു കൈ ഒടിഞ്ഞിരുന്നെങ്കിൽ എബിനൊന്നും ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് നിക്കില്ല. എന്റെ ജെന്നെ ചേട്ടാ ഓർപ്പിക്കല്ലേ, ഇവന്റെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എബിന് ഇങ്ങനെ നിക്കില്ല. എബിന്റെ ഒരു പാർട്സ് വീക്ക് ആയെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്റ്റീൽ ഇട്ട് വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും നല്ല വേറൊരു കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റീൽ അറിയാ ടാറ്റ. ടാറ്റ സ്റ്റീൽ ആട്ടോ. നിങ്ങൾ വേറെ ഏത് കമ്പനിയുടെ സ്റ്റീൽ ടാറ്റയുടെയാണ് അല്ലേ? പിന്നെ വേറൊരു കേസുണ്ട്, ഇത് ഓഫ് റോഡ് ഇങ്ങനെ മരണക്കളി കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് അത്ര ഇത് പറ്റൂലല്ലോ. പറ്റും, പക്ഷെ അത് അതിന്റേതായ രീതിയിൽ വെറുതെ ഏത് വണ്ടിയാണെങ്കിലും കിട്ടുന്നോടത്തൊക്കെ ഇട്ട് ഓടിക്കാന്ന് വിചാരിക്കരുത്. ഒരു വണ്ടിക്ക് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗം ഉണ്ട്, അതിലൂടെ വേണം ഓരോ വണ്ടീനെ കൊണ്ടുപോകണം. ഇപ്പൊ ട്രാക്ടർ കൊണ്ടുപോകുന്നിടത്ത് കൊണ്ടുപോയിട്ട് സഫാരിയോ പജീറോ അല്ലെങ്കിൽ ഏത് വണ്ടികളാണെന്നുണ്ടെങ്കിലും കൊണ്ടുപോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആകില്ല. ഒരു വണ്ടി ഓടിക്കാൻ ഒരു റോഡ് മാറ്റിയിട്ടാണ് കയറ്റുന്നത്. എഞ്ചിൻ ടൂണും സസ്പെൻഷനും ഒക്കെ മാറ്റിയിട്ടാണ് ഈ ഓഫ് റോഡിന് പോകുന്നത്. പറഞ്ഞ പിന്നെ അതേപോലെ തന്നെ നമ്മൾ മരുഭൂമിയിൽ ഓടിക്കുന്ന ലാൻഡ് ക്രൂയിസറും അതല്ലെങ്കിൽ അതുപോലെയുള്ള വണ്ടികൾ അതിനെ പിടിപ്പിച്ചുകൊണ്ട് ഇവിടത്തുള്ള വണ്ടിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതാവില്ല. കാരണം ഒരു വണ്ടി ഒരു കമ്പനി 20 ലക്ഷം രൂപ കൊടുത്ത് അതിനെ ഇറക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് അത്രേ ഉണ്ടാവുള്ളൂ ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റി വെച്ച് ഇത്രയെങ്കിലും നമുക്ക് ആളപായം ഇല്ലാതെ ജീവിതം മുന്നോട്ട് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യണം. 1.5 കോടിയുടെ വണ്ടി 16 ലക്ഷത്തിന്റെ വണ്ടി നമ്മൾ കമ്പയർ ചെയ്യും. അതെ, നമുക്ക് എന്താ പറയാ, ഇത്രയും നമുക്ക് നല്ല രീതിയിൽ അല്ല, ഇത് ബേസ് മോഡലാണ്. ഇതിനെത്രയായിരുന്നു? ഇതിന്റെ വില പറയാൻ ഏകദേശം 10 ലക്ഷം രൂപ താഴെയാണ് താഴെയാണ് ഇതിന്റെ വില. അത്രയും എനിക്കതറിയാം, കൃത്യമായ റേറ്റ്സുകൾ അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന വണ്ടിക്ക് ഇതിന് ഈ സീരീസിൽ ടോപ്പ് ലെവലിൽ തന്നെ ഏകദേശം 17-18 ലക്ഷം. ഞങ്ങൾ അന്ന് വന്നേ കൂടുതൽ ഇപ്പൊ വണ്ടികൾ കുറച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതെല്ലാം ബേസ് ആണ് ഫുൾ. ഇതാ ഇത് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓട്ടത്തില് എഞ്ചിൻ നിന്ന് പോയി. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബെൽറ്റ് പൊട്ടിപ്പോയതാണ്. ഓ, അപ്പൊ ഇത് 2.2 ഇത് 2.2 എയർ ബാഗ് അല്ല കേട്ടോ, 2.2 LX ആണ്. EX ബേസ് അല്ലേ? ഫോർ അല്ല, അത് ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഇത് പോയി. ഇതിപ്പോ ഇതിന്റെ ബെൽറ്റ് പൊട്ടിയതിനു ശേഷം ഇതിന്റെ ഹെഡിന്റെ പുതിയതല്ല, ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇനി ലിഫ്റ്ററുകളൊക്കെ ഇട്ട് ക്യാം ഷാഫ്റ്റ് ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് ടൈമിംഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇത് നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ആ സാറ് പറഞ്ഞു ജലാൽ അതൊന്ന് പണിത് തന്നെ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ എന്റെ റിക്കവറി മാനില് എബിന്റെ വണ്ടി എടുത്ത വണ്ടിയിൽ തന്നെ സെയിം വണ്ടിയിൽ തന്നെ പൈസ അല്ലേ? പൈസ നമ്മുടെ സ്ഥിരം വണ്ടി അതിന്റെ പേരിലാണ്. അവരങ്ങനെ എനിക്കൊരു വണ്ടിയും കൂടെ എടുക്കാണ്ട് അവരെ വിളിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് വിളിക്കണം. അത് വെയിറ്റ് ചെയ്യിപ്പിക്കും. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ സഫാരി സ്ട്രോം നമുക്കന്ന് ചേട്ടനില്ലേ, ചേട്ടന് സഫാരി സ്ട്രോം വാഹനങ്ങൾക്കാണ് അഡ്വാൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി അതിനുവേണ്ടി ആഡ് വർക്ക്, പിന്നെ ഇന്നോവ, ഫോർച്യൂണർ, അങ്ങനെ കുറേ വാഹനങ്ങൾ ആൾക്കാർ മേടിക്കാണ്ട് പുള്ളിനെ സമീപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000-ന് മേളിലാണ് വാഹനം എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് ആൾക്കാർ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കോണ്ടാക്റ്റുകൾ, അതായത് വണ്ടിയുടെ എൻക്വയറി നടന്നു വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 10 സഫാരി അതിൽ വണ്ടിക്ക് വേണ്ടി 100-ൽ മേൽ ആൾക്കാരാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. കാരണം അത്ര വണ്ടി നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജലാൽ ചേട്ടനെയും
നമ്മുടെ വീഡിയോ ഉണ്ട്. കുറേ പേര്, അതായത് സഫാരിനെ സ്നേഹിക്കുന്ന, സഫാരി പണിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കുറേ പേര് വിളിച്ചെന്ന് ജലാൽക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ജലാൽക്കേനും കുറേ പേര് വിളിക്കുന്നു. ഗൈസ്, നിങ്ങളുടെ അടുത്ത് സഫാരി ഉണ്ട്, അത് പണിയാൻ പറ്റുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവരിക. ഏതാനും നിമിഷങ്ങളിൽ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളി പണിതുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് അല്ലേ. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കുറേ പേര് വിളിച്ചില്ലേ? ഒരു 10-25 പേരെങ്കിലും വണ്ടി പണിയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ള തരത്തിൽ. അപ്പൊ എനിക്ക് വർക്ക്ഷോപ്പിൽ ഇടാൻ സ്ഥലമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ എബിന് ഇന്നലെ വന്നത് ഡൽഹി വണ്ടിക്കാണ് സ്റ്റോപ്പിന്. ഇന്നലെ തന്നെ ഒരു ഡൽഹി വണ്ടി അതിനെക്കുറിച്ച് പറയുന്നില്ല. അതെ അതെ, അതിനെക്കുറിച്ച് ഒന്നും ഞങ്ങൾ പറയില്ല. കാരണം അദ്ദേഹത്തിന് വിഷമവും പാവമുണ്ടല്ലേ. അത് ആരും ഇങ്ങനെ പറ്റിക്കില്ല കേട്ടോ. അതായത് നമ്മളെ സ്ട്രോമും ഞങ്ങൾ വേറൊരു സ്ട്രോമും ഇന്നലെ കണ്ടത് ഇവിടെ പണിയാൻ വേണ്ടി എന്ന സ്ട്രോമാണ്. ആ പുള്ളിനെ പാവത്തിന് 4.25 ലക്ഷം രൂപ കൊടുത്താണ് ആ സ്ട്രോം കൊടുത്തത്. എന്നിട്ടിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയില്ല, NOC ഒരു സാധനമില്ല. ഞങ്ങൾ അറിയാതെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടോ ഇന്ത്യയിൽ കൂടുതൽ അത് പുള്ളി ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ലാസ്റ്റ് ഞാൻ സോറി പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 രൂപയ്ക്ക് എടുത്ത വണ്ടി പുള്ളി എടുത്തത് 4.70 ഞങ്ങൾ എക്സ്പ്ലോർ എഡിഷനാണ് എടുത്തത്. പുള്ളി ഈ VX ആണ്, ലെതർ ഒന്നും അല്ല, സാധാ രീതിയിലുള്ള വണ്ടി. പക്ഷെ 4 സംതിങ് കൊടുത്ത് എന്നിട്ട് വീണ്ടും 50,000 കൊടുത്തപ്പോൾ 5 സംതിങ് ആയി. അപ്പോൾ അത് ഞാനതാണ് പറഞ്ഞത്, നമ്മൾ കറക്റ്റായ സ്ഥലത്ത് ചെന്നാലേ കറക്റ്റായ സാധനങ്ങൾ കിട്ടുള്ളൂ. അല്ല ചെന്ന് കഴിഞ്ഞാൽ പറ്റിക്കപ്പെടും. അത് വേറെ ഒന്നും അല്ല. ഈ ഏജന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു വണ്ടി വിൽക്കണമെന്ന് വെച്ചാൽ അവര് വിളിച്ചു കഴിഞ്ഞാൽ അവര് ഫോൺ കൊടുക്കില്ല, വിൽക്കുകയില്ല. പിന്നെ ഭയങ്കരമായിട്ട് റേറ്റ് അങ്ങ് അതാണ് ഞാൻ നിങ്ങളെ അതായതുകൊണ്ട് നല്ല ആൾക്കാരെ എടുത്ത് നമുക്കത് വിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടി എടുത്തുന്ന ആളില്ലേ, അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം അതാണ്. നിങ്ങൾ പുള്ളി എടുത്തു വന്ന് നിങ്ങൾക്ക് പറ്റിപ്പെടില്ല. പിന്നെ അതേപോലെ ഇവിടെ സഫാരി പണിയാണ്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായ രീതിയിലുള്ള സംഭവം എന്താ പറയുക പുള്ളി ചെയ്തു തരും. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ. അത് പിന്നെ അവരവരുടെ കസ്റ്റമറുടെ ഇഷ്ടം. ഇത് വടകരയിൽ നിന്ന് ഇന്നലെ മിനിയെന്നാൾ വന്നതാണ്. ഇത് എറണാകുളത്ത് ഒരു ജഡ്ജി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണെന്നാണ് സാർ പറഞ്ഞത്. ഈ വണ്ടി ഇത് ഇന്നലെ എൻ്റെ ഡ്രൈവർ മിനിയെന്നാൾ രാവിലെ അവിടെ എത്തി. അവിടെ നിന്ന് ഉച്ചയോടുകൂടി ഓടിച്ചുകൊണ്ട് വന്ന് രാത്രിയോടുകൂടി ഒരു 8:30-9 ഈ വണ്ടി ഇവിടെ എത്തിയതാണ്. ഇത് ഫുള്ള് റീസ്റ്റോർ, അതായത് എന്തൊക്കെയാണ് ട്രബിൾസുകൾ അതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നതാണ് വണ്ടി. ഇനിയിപ്പോ ഇത് നെക്സ്റ്റ് വീക്കിൽ വർക്ക് തുടങ്ങണം. ഡൽഹി വണ്ടി ഇത് അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വേണേൽ ഒരു ചെറിയൊരു ഷോട്ട് കാണിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ പറയില്ല കേട്ടോ. ഇതുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് മഴ കേട്ടോ. ഡൽഹി വണ്ടി കിടപ്പുണ്ട്. ഇത് കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് നോക്കാൻ നേരത്ത് ഇതൊന്നും അല്ല കേട്ടോ വണ്ടി. ഈ വഴി സൈഡിൽ തന്നെ ഒരു 2-3 വണ്ടി കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി. ഇത് നമ്മുടെ വണ്ടി പോലത്തെ വേറൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ വണ്ടി നജീബിക്കയുടെ വർക്ക്ഷോപ്പിലാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ വണ്ടിയല്ല കേട്ടോ. നമ്മുടെ വണ്ടി അപ്പുറം കിടപ്പുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഓരോന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ്. നല്ല കിടിലൻ ടയറാണ്. ഈ ടയർ എടുത്ത് ഞാൻ സഫാരി സ്ട്രോമിന് ഇടാമെന്ന് ചിന്തിച്ചാണ്. പക്ഷേ നിർഭാഗ്യപരമായി ഊമ്പി പോയിരിക്കുകയാണ്. ഇത് എത്ര 15 അല്ലേ? ഇത് 15-ഉം എന്റെ വണ്ടി 16-മാണ്. ഈ വീൽ സെറ്റ് അതിനകത്ത് ഇടാൻ പറ്റും, ടയർ ഇടാൻ പറ്റും. വീൽ സെറ്റ് വേണ്ട, അതിന് ആ വീല് തന്നെ മതി, സ്റ്റാൻഡേർഡ് വീല്. അതിന് കമ്പനി വന്ന വീല് മതി കേട്ടോ. അതിന് കമ്പനി വന്ന വീല് ഇടുന്നതാണ് നല്ലത് അല്ലേ ഗൈസ്? അതിന് കമ്പനി വന്ന തന്നെ വീലിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഈ വീല് കയറ്റുന്നത് ഇതിനെന്തായാലും ഇത് തന്നെ ഇരിക്കട്ടെ. ഈ ടയർ മാറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പം വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ നോക്കുക. അതാണ് ഞങ്ങൾ ജമ്പറൊക്കെ കൊണ്ടുവന്നത്. കുറേ ബാലറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനില്ലാത്തൊരു കുറവ് എയർ ബാഗ് ആയിരുന്നു, അത് പുതിയ സ്റ്റോമിൽ പരിഹരിച്ചിട്ടുണ്ട്. ABS ഉള്ള വണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ABS EBD ഉണ്ട്. അപ്പോൾ LCD സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇനി ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല. മോഡിഫിക്കേഷൻ ഇനി ഇല്ല. ഞങ്ങൾ ഇവൻ ടൈറ്റാനിയം, ഇവൻ കമ്പി, നടുക്കുള്ളവൻ കമ്പി കേട്ടോ. അവൻ കമ്പിയെ പിടിച്ചിരിക്കുന്നുണ്ടോ? ഇക്കനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ. രാത്രി വിളിക്കാട്ടോ, ആ ഭാഗം കട്ട് ചെയ്യാമെന്ന് ഓർത്ത്. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കാണിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ കൂട്ടുകാരന് ചെറിയൊരു തളർച്ചയും ക്ഷീണമുണ്ട്. അപ്പൊ അത് മാറ്റി കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നോക്കി ഞാൻ ഇവന്റെ ഇൻസ്റ്റാം ID എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. വേണം ഇക്കടെ ഇടണോ? പാത്രം കഴുകും, നന്നായി നോക്കും, നല്ല കല്യാണാലോചന പിന്നെ അവൻ ജോലിക്കേ പോകൂല. ആർക്കെങ്കിലും 28 വയസ്സ് പൂർത്തി. ഇനി 2 വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇവന്റെ യങ്ങത്വം അല്ല നിരവധായിത്വം അല്ല ഇവന്റെ ആ ഒരു യൗവനം നഷ്ടപ്പെടുന്നുണ്ട് കല്യാണം. കാനഡ അങ്ങോട്ട് പോകുന്ന മറ്റേ യൂറോപ്പ് പോകുന്ന ആൾക്കാരാണ് താല്പര്യം. അതാ പറഞ്ഞത്, അവർക്ക് പറ്റിയതാ. അടുത്ത ദിവസം നമ്മുടെ ഒന്നെങ്കിൽ കാനഡ അല്ലെങ്കിൽ US സെറ്റിൽ ആകാൻ പോവാണ്. സെറ്റിൽ ആവും കേട്ടോ. ഇവന് അടുത്ത വർഷം കാനഡ US അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവന് ഏകദേശം അവിടെ സെറ്റിൽ ആവും. ഇക്ക പിന്നെ ഇവിടെ തന്നെ സെറ്റിൽ ആയിരിക്കും. എവിടെയാ ഇവൻ മണിക്കൂല്ലേ ഇവനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇപ്പം പോകൂല. ഇല്ല ഇവരെ നോക്കി അവൻ ആവേശത്തിലാണ് കൈവച്ചടിച്ചു കഴിഞ്ഞാൽ നിന്റെ ടൈറ്റാനിക് നിങ്ങൾ താളം അടിച്ചോ. എന്റെ വല്യമ്മച്ചി എന്നോട് പറഞ്ഞാൽ ഇവനെ ഭദ്രമായിട്ട് നോക്കണം. അവനെ ഞങ്ങൾ വളരെ ഭദ്രമായിട്ട് ഇവനെ നോക്കിയാക്കുന്ന കേട്ടോ. അവന്റെ കണ്ണ് നിറഞ്ഞു നോക്കിയേ കണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു അവരെ കണ്ണ് നിറഞ്ഞു പോയി. കാഴ്ച നോക്കും. അതേ സമയത്ത് നമ്മുടെ വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളും ഓരോ നടക്കണം. ഇതെന്റെ സീറ്റാട്ടോ, ഇതെന്റെ ഞാനിരുന്ന സീറ്റാന്നുള്ളതാണ് എന്റെ ആണോ ആണോ സാറേ? അല്ലല്ല, ഇതാട്ടോ ഞാനിരുന്ന സീറ്റ്. അത് അഭിരാമിയൊക്കെ ഇരുന്ന സീറ്റാണ്. ഇതാണ് ഞാൻ. ഇതുണ്ട്, ഇത് തിരിഞ്ഞു പോയതുണ്ട്. കറക്റ്റ് കാണാം. കറക്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണണ്ട തിരിഞ്ഞു വരിക്കുന്നത്. ലിബിന്റെ ഇടി കിട്ടിയതാണിത്. ലിബിൻ വന്ന് അടിച്ച് ലിബിന്റെ ഷോൾഡർ ഇടിച്ചതാണ്. ഇത്ര ആയിരിക്കും സാർ, അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും കൈ ഒടിഞ്ഞല്ലേ? അങ്ങനെയാ കൈ ഒടിഞ്ഞത്. ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അയ്യോ, ജലാൽക്ക നമ്മളോട് പറയാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫുള്ള് കൊടുത്താണോ ജലാൽക്ക? ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്താ കേട്ടോ. ഇല്ല പുള്ളി ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അതായത് ലിബിൻ എന്റെ സീറ്റ് വന്ന് അടിച്ചെന്നാണ് സാറ് പറയുന്നത്. ലിബിന്റെ ഷോൾഡർ വന്ന് നിന്റെ സീറ്റിന് പുറകെ ഇടിച്ചു. അത് കൂടാതെ ലിബിന്റെ കൈ മുമ്പിലേക്ക് പോയി അവിടെ ഡാഷ്ബോർഡിൽ ഇടിച്ചു. അങ്ങനെ ഡാഷ്ബോർഡിലെ പൊട്ടി ചെതറി. അപ്പൊ ആ ഒരു ഇമ്പാക്റ്റിലാണ് ലിബിന്റെ കൈ ഒടിഞ്ഞത്. കൈക്ക് പറ്റിയത്. കൈ ആയതുകൊണ്ട് സാറിനെ വിളിച്ചോ, സാർ അപ്പം തന്നെ ഓടി ഇറങ്ങി അവിടുന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ അവിടുന്ന് പോന്നു. ശരിക്കും പക്ഷെ ഇവിടെ ഓടി എത്താൻ പ്രതീക്ഷ ഇരുന്നിടത്തിരുന്ന് കരഞ്ഞു പോയെന്ന് പറഞ്ഞു. പ്രതീക്ഷ അവിടെ ശരിക്കും അതുപോലെ വിളിക്കുന്നേ. സാർ ആശുപത്രി ഇവൻ കരയുമ്പോ കൂടുതൽ കരച്ചിലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായപ്പോ എന്നാ, ഞാൻ ഒരു പ്രാവശ്യം സാറ് രാത്രി ഉറങ്ങാതെ പിന്നെ അഭിരാമിയുടെ അപ്പനും സാറും ആയിരുന്നു ഇവന്റെ കൂടുതലുണ്ടായിരുന്നത്. എന്നിട്ട് ഇവൻ കരയുന്നതനുസരിച്ച് ഞാനൊരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് വേന കൊണ്ട് കരയാണ്. ഞങ്ങൾക്ക് എന്താ സാറ് ബേക്കിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് കരയും. അതിട്ട് മുഖം കാണിക്കുന്നില്ല, സൈപ്പറും മുമ്പ് തുടച്ചിട്ട് വരും. ഞാനത് കണ്ടു. നമ്മുടെ മുഖം എങ്ങനെയാണോ പോകുന്നത് അതേനേക്കാളും കൂടുതൽ സാറിട്ട് കരയും. നോക്കൂ, അങ്ങനെയായിരുന്നു. എന്നിട്ട് ഇത് പെട്ടെന്ന് ആർക്കും പിടുത്തം കിട്ടുന്നില്ലല്ലോ. പെട്ടെന്ന് ആർക്കും ഒരു പിടുത്തം കിട്ടില്ല. എല്ലാവരും ഓടി പറഞ്ഞ് നജീബിക്കൊക്കെ ഉടുതുണിയും മറുതുണിയും ഇല്ലാതൊക്കെയാണ് അവിടെ നിന്ന് ഓടിയ. വണ്ടി ക്രാങ്ക് ചെയ്യാട്ടോ. വണ്ടി ക്രാങ്ക് ചെയ്യുന്നു. വണ്ടി ക്രാങ്ക് ചെയ്യും കേട്ടോ. അതായത് ക്രാങ്കിങ് മീൻസ് എയർ എടുക്കുവാണ്. കണ്ടോ, വണ്ടി ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞതനുസരിച്ച്, ഇക്കയോട് പറഞ്ഞതനുസരിച്ച് ഇക്ക ഇവിടുന്ന് കീ കൊടുത്തിട്ടുണ്ട്. വേറെ പണിയൊന്നും ചെയ്യൂല. അപ്പം ജലാൽക്ക് അത് സംഭവങ്ങൾ എവിടെയൊക്കെ എനിക്കിട്ട് എവിടെയൊക്കെ വെക്കുന്ന പോലെ. ഇത് കിട്ടും കേട്ടോ, ഇത് കിട്ടി. ഇത് ഇവിടെ ഓയിൽ വന്നു കേട്ടോ, ഇവിടെ ഡീസൽ വന്നു. ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആവും കേട്ടോ. എന്നാ കലക്കി. അങ്ങനെയെങ്കിൽ ജലാൽക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വണ്ടി തരാന്നുള്ളതാണ് ജലാൽക്ക പറഞ്ഞാക്കുന്നത്. ജലാൽക്ക് എന്നോട് പറഞ്ഞ 1 മാസമാണ്. അങ്ങനെ ഇത് സ്റ്റാർട്ട് ആയെങ്കിൽ അതിൽ നേരത്തെ വണ്ടി നന്നാക്കാന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് നന്നാക്കാന്ന് പറഞ്ഞു. എടുത്തു അമ്പോ. വണ്ടിയുടെ അതിലേക്ക് എണ്ണയും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഇഞ്ചക്ടറും ചെക്ക് ചെയ്യുകയാണ്. ഓരോ ഇഞ്ചക്ടറിൽ കൂടെയും ഡീസൽ ഇങ്ങനെ തള്ളി വരുന്നുണ്ട്. അപ്പം വണ്ടി ഏകദേശം സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ആയിട്ട് ഏതാനും നിമിഷം കറക്കാൻ. എങ്ങനെയാണെന്നുള്ള സംഭവം അവർ നോക്കുക കേട്ടോ. ഇതൊക്കെ പൊട്ടിട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ വേണം ഊരിയും എടുക്കാം അല്ലേക്കാ. ഇതുണ്ടോ മുറിയും. ഇത് അങ്ങനെയല്ല, ഒരു ചരട് വെച്ചിട്ടാ ഊരുക. ഫുള്ള് ചരട് വെച്ച് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇതെന്തായാലും ഊരി എടുക്കണ്ട. ഇത് ബീഡിങ് കേട്ടോ. ഇതുണ്ടോ, ഇത് എടുത്തു വെക്കാം. ഇതേ ഇതുണ്ടോ, എടുക്കണ്ട. അത് എടുക്കണേന് വിരോധമൊന്നുമില്ല. കാരണം അതിന്ന് ചില്ലൊന്നും ആകെ ചെറിയ ചെറിയ ഈ പൊരിപ്പുകളെ വിട്ടു വരുള്ളൂ. ഇങ്ങനെ പറിച്ചെടുക്കാം, നോ പ്രോബ്ലം. ആണോ? അത് റബ്ബറിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. കണ്ടതെ നോക്കിയേ, മറ്റേ തിളച്ച എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് മറ്റേ വെള്ളം ഇങ്ങനെ ഒഴിച്ചു തെറിച്ചു വന്ന പോലെ കിറുകിറാന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മയുള്ളത്, ലിബിന് ഓർമ്മയുള്ളത്, അഭിരാമിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് പിന്നെ എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുള്ളത് ഇതിങ്ങനെ 8 കാലി പോലെ ഇങ്ങനെ ചില്ല് വീഴുന്ന പോലെ ഇങ്ങനെ ചിരിക്കാന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തന്നെ അടിച്ചോ. എന്നോട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ മുന്നിൽ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഒരേ ഡോക്ടറിനാണ് ചോദിക്കുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് പുള്ളിക്കാരൻ എന്തൊരു അസുഖം കൊണ്ടുവന്നു അങ്ങോട്ടും മാറി ചോദിക്കാൻ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഓർമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നാണ് അവര് നമ്മളോട് ചോദിക്കുന്നത്. അത് എന്നിട്ട് അവർ എഴുതിയും വെക്കും അതേപോലെ 3 നേരമായിട്ട്. ഇത് കണ്ടോ തലയൊക്കെ ആട്ടി ഒരുത്തിനിരിക്കുന്നത് കാര്യങ്ങള്. എങ്ങനെ അങ്ങനെയാണ് സംഭവം.
അതെ അതെ അതെ, കിളിക്കുഞ്ഞ് ചേർക്കാൻ സൗന്ദര്യത്തിൽ കെങ്കവൻ കിളിക്കുഞ്ഞ് നോക്കിയേ. അന്ന് ഇപ്പൊക്കെ നോക്കിയ മുടിയൊക്കെ നോക്കി എന്റെ ചിരി നോക്കി ചിരിച്ചാ ചൊകാന്നിരിക്കും കേട്ടോ. ഒരു കാര്യമുണ്ട്, പക്ഷെ യോഗമില്ല. വെയിലത്ത് ഗൈസ് പല കാര്യങ്ങളും ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഇത് പറയാൻ പറ്റിയല്ല. അപ്പം അത്രയും മിടുക്കനായ ഒരു പയ്യനാണ്. ഗൈസ് നമ്മൾ ഈ വണ്ടിയൊക്കെ മേടിക്കാൻ ചെല്ലുന്നത് അതിനെക്കുറിച്ചുള്ള ഫെസിലിറ്റി പറയില്ല എന്ന് പറഞ്ഞാലാണ് അവനെ കുറിച്ച് പറയുന്നത്. 13,000 രൂപയുടെ ഗ്ലാസ് മേടിച്ചിട്ട് ഒരാള് നോക്കിയേ, ഇത് 13,000 ഇല്ല ഇത് 13,000 രൂപയുടെ ഗ്ലാസ് ആണ്. ഇത് മേടിച്ചിട്ട് കരിയറ എന്നാ വലിയ കമ്പനിയാ, പിന്നെ ലോക്കലാന്ന് വിചാരിച്ചാ ഞങ്ങള് ഇതിനെ മാറ്റി വെക്കാല്ലോ. ഇതെനിക്ക് വെച്ചാൽ കണ്ണാണുള്ളൂ. ഞാൻ കരിയറയോ ഇത് 13,500. 13,000 രൂപ ഗ്ലാസ് ആണ്. ഇതൊന്ന് മുതലാക്കി എടുക്കണം പുള്ളി. വേറെ ആരും മേടിക്കണ്ടേട്ടാ, ഞാൻ മാത്രം മേടിച്ചാൽ മതി. വേറെ ആരും മേടിക്കണ്ടെന്ന് മേടിക്കരുത്, നല്ലതാ. കിടന്നുറയുന്നേക്കാൾ അതല്ല എന്ത് സന്തോഷം എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞപ്പോ അല്ലേ. അത് വേറെ ആക്കിട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ പൊക്കോളൂല്ലോ. നമ്മളിത് കൊടുക്കാനട്ടാ ഇഞ്ചക്ടറിന്റെ നമ്മൾ ECM ലൈൻ ആയതിന്റെ പേരിൽ ഇതിന്റെ ഇഞ്ചക്ടറിന്റെ സോക്കറ്റ്സുകൾ നമ്മൾ ഡയറക്റ്റ് അടിക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഫ്യൂല് വരാത്തതിന്റെ പ്രോബ്ലം കൊണ്ട് ഇഞ്ചക്ടർ സ്റ്റക്ക് ആവും. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ സോക്കറ്റ്സുകൾ കൊടുത്ത് ബാറ്ററി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി ഒന്ന് ക്രാങ്ക് ചെയ്യാം. നജീബ് നോക്കാം. വേറെ സീനൊന്നും നിലവിൽ കാണുന്നില്ല, കാരണം എല്ലാത്തിലും ഫ്യൂലൊക്കെ വന്നിട്ടുണ്ട്. ഈ വണ്ടിക്കാർക്കുണ്ടല്ലോ മറ്റേ ഡോക്ടർമാർ വെക്കുന്ന ആളത്തെ ചെവി വെച്ചിട്ട് ഒരു നീണ്ട സാധനം ഇങ്ങനെ വെച്ച് നോക്കുന്നു. ഏതാനും നിമിഷങ്ങളിൽ ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ ടെർബോക്ക് കഥാകൂതിയാണ്. അടിച്ചോ 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 നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. ബാറ്ററി പവർ കുറവുണ്ട്. എന്നാ ജമ്പർ കൊടുക്ക് സാറേ, ജമ്പറങ്ങ് വെച്ച് കുത്തി കൊടുക്ക്, കുത്തിക്കേ ജമ്പർ കുത്ത്. സാറ് കുത്താൻ മെടുക്കനാ, കുത്തി കൊടുത്ത്. അല്ല അതിൽ വെള്ളമുണ്ട് കേട്ടോ അതിൻ്റെ അറ്റത്ത്. അടിക്കുമോ? എപ്പോന്നോ അപ്പൊ ഇനി കണക്ഷൻ കൊണ്ടൊന്നും നോക്കണ്ടല്ലേ. ECMലേക്ക് കണക്ട് പോയാലേ ഈ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് മാനുവൽ ഫംഗ്ഷൻ അല്ല, ECMലൂടെയാണ് എല്ലാത്തിനും സപ്ലൈ പോകുന്നത്. എടാ ആ കണക്ഷൻ ഊരി എടുക്കണേടാ. ആ കണ്ടിച്ചെടുത്തു, അതിന്റെ അറ്റം കണ്ടിച്ചെടുത്തു കേട്ടോ. ആ അത് ഞാൻ പറയാൻ മറന്നേ, നീ അത് കൈ പിടിച്ച് ഇപ്പം തന്നെ ഓർത്തോ. നീ കട്ട് ചെയ്ത് എടുത്തു. ഏതാ നീ കട്ട് ചെയ്യുന്നേ? ആ അതിന്റെ അറ്റത്തുനിന്ന് ഞാനിപ്പം തന്നെ സെറ്റ് ചെയ്ത് തരാം. അതിന് സ്കൂട്ടർ സാധനങ്ങളും മേടിച്ച്. സാറേ എന്നാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കട്ട് ഇത് ഓഫ് ആക്കിയോ സാറേ. അതിന് ചാർജ് കുറവാണ്. പക്ഷേ ഇത് ചാർജ് ഒരു 2 സ്റ്റാർട്ടിങ്ങിനൊക്കെ കിട്ടുള്ളൂ കേട്ടോ സാറേ. ഒരു ജമ്പിങ് 2 ജമ്പിങ്ങിനൊക്കെ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടുമൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും ചാർജ് അത് മതിയില്ല നമുക്ക്. വണ്ടി വഴിയിലാവുമ്പോ സ്റ്റാർട്ട് ആക്കാൻ ഞാൻ ബസ് സ്റ്റാർട്ട് ആക്കിയത്. വേറെ കാര്യമുണ്ട്, നജീബ്ക്കാടെ വേണ്ട അടുത്ത ഒരാളുടെ കല്യാണം. ഞങ്ങളെല്ലാവരും ഇപ്പൊ റമദയിലേക്ക് പോവാട്ടോ, ഹോട്ടൽ റമദയിലേക്ക് പോയതാണ് ഞങ്ങൾ. പക്ഷെ പോകും. നജീബിക്കാരെ വിളിച്ചു. അപ്പൊ നജീബിക്കാരുടെ അടുത്ത വേണ്ടപ്പെട്ട അടുത്തെന്ന് വെച്ചാൽ അടുത്തതിന്റെ ഇനി അടുക്കാൻ പറ്റൂല. അപ്പൊ അത്ര ലെവലുള്ള ആൾക്കാരാകുമ്പോൾ നജീബിക്കാരുടെ ബന്ധുവിന്റെ കല്യാണം. അപ്പൊ നമ്മൾ പോവാണ് റമദയില്, ഇനി അടുത്ത പ്രശ്നം. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞപാട് അങ്ങോട്ട് പോകട്ടോ. ചേട്ടായി നമ്മുടെ ECMന്റെ ലൈനുകളൊന്നും ഓഡോമീറ്ററിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഇരിക്കണ ഇതിന്റെ ഓഡോമീറ്റർ അതിനകത്ത് ഒന്നും വരാത്തതിന്റെ പേരിൽ ഇപ്പൊ അതിന്റെ സ്പെയർ ഞാൻ ഇതിനകത്ത് വെച്ച് നോക്കിയാണ്. ഇനി ഇടി കിട്ടിയിട്ട് അങ്ങനെ ഇതിനകത്ത് കണക്ഷൻ വരാത്തതാണോ നമുക്കൊന്ന് കൺഫേം ചെയ്യണം. അപ്പൊ അതിന്റെ പേരിൽ ഇത് അഴിച്ചിട്ട് വേറെ വെക്കുകയാണ്. കാരണം ഇത് ഇവിടുത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, എന്ത് സാധനം മാറ്റി വെക്കാണ്ട് പുള്ളിയുടെ സ്പെയർ ഉണ്ട്. കൈയോടെ തന്നെ അതിനു വേണ്ടി വേറെ ആരുടെ സഹായം നമുക്കൂടെ ആവശ്യമില്ല. ഇതുണ്ടല്ലോ കൈയോടെ അടുത്ത സാധനം വെച്ച് അതിന്റെ ചേട്ടാ ഒന്ന് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തേ. പക്ഷെ ഇതല്ല കേട്ടോ എന്റെ യഥാർത്ഥ താക്കോല്. സെൻട്രൽ ലോക്കിന്റെ താക്കോല് പോയോ? കയ്യിൽ നിന്ന് പോയോ? അത് കുഴപ്പമില്ല, നമുക്ക് കീ സിലിണ്ടറിൽ എന്തുവേണേ ചെയ്യാം, പ്രോബ്ലം. പിന്നെ എല്ലാ കീ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഇതിലും വന്നിട്ടില്ല ചേട്ടാ? അടി വന്നു അല്ല, അതിന്റെ ലൈൻസുകൾ വരണം. കണ്ടല്ലേ ഫ്യൂല് നിങ്ങൾക്ക് ഒരു അര ടാങ്കെങ്കിലും ഫ്യൂൽ ഉണ്ടല്ലേ? ഇതിനിപ്പുറത്ത് ഉണ്ടാവില്ലേ? അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അര ടാങ്കിന് മേലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ECM ലൈൻ വന്നിട്ടില്ല, വർക്കല്ല ചേട്ടാ. അതിന് സോക്കറ്റ് ഏതോ ബ്രേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ECM ഏതോ സോക്കറ്റിന് ബ്രേക്ക് ഉണ്ട് കേട്ടോ.
അതാണ് സംഭവം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പം അടുത്ത സാധനങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. നജീബിക്ക പറഞ്ഞ പോലെ അല്ല നജീബിക്ക, ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്ത് വന്നാലും വേറെ അങ്ങോട്ട് പോകണ്ട. സഫാരിയുടെ A to Z സ്ക്രൂ മുതൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതാണ് ഓരോരോ സാധനങ്ങള് പുള്ളി ടപടപ്പയെന്ന് മാറ്റി. ഇപ്പൊ അടുത്ത സ്ഥലത്ത് പുള്ളി അടുത്ത സാധനം മാറ്റി വെക്കാൻ വേണ്ടി പോയിക്കണേ. ഗായ്സ് ഇത്ര നേരം ലിപി ഓവർ സംസാരിച്ച് കൈ ഇളകി, ഇപ്പം വേനിളകി. ഇപ്പം ദേ സാറിന്റെ തോളത്ത് കൈ വിട്ട് ഇതേ ഇരിക്കുന്നു. അപ്പം അതാണ് വിഷയം. ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് പോകാൻ പറ്റുന്നത് ഇവന്റെ കൈയുടെ വിഷയം. ഞങ്ങൾ ഉടനെ പോകണ്ടായിരുന്നു. ഇവന്റെ ഈ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് പോകാൻ പറ്റുന്നത്. കാരണം മറ്റു രാജ്യങ്ങളിൽ വെച്ച് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പാട കേട്ടോ. ആരാ അതിനാ ഇവന്റെ വിസ കിട്ടാൻ ലേറ്റ് ഉണ്ട്. ഇനി യൂറോപ്പ് വിസ പുതിയത്. അവൻ പറഞ്ഞ പയ്യ മതി. എടാ ലിവിനെ, നമ്മള് അൽഷബയിൽ പോകുമ്പോൾ ഡോക്ടറോട് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഈ പറഞ്ഞ തലകറക്കത്തിന്റെ കാര്യമൊക്കെ പുതുതായിട്ട് പറയേണ്ടതല്ലേ? പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെ, അതെല്ലാം നോക്കിയിട്ട് അടി തുടങ്ങട്ടെ സാറേ. വേറെ ECM വെച്ചോട്ടോ. ഇത് വേറെ ECM കൊണ്ടുവന്നു. അപ്പോൾ അത് കണക്ട് ചെയ്തു. അടുത്ത ECM വേണ്ട, മൂന്നാമത്തെ ECM. വണ്ടിയുടെ തലച്ചോറ് വരും, നമ്മുടെ തലച്ചോറ് പോലെ ECM എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത് എന്തെങ്കിലും ഫംഗ്ഷൻ പോയി യെല്ലോ ലൈറ്റ്സ് ഒന്നും വന്നില്ല. സർവീസ് എഴുതി കളിച്ചിട്ടില്ല. അപ്പോൾ ഈ കണക്ഷൻ മൊത്തം മാറ്റേണ്ടി വരുമല്ലോ ഏട്ടാ? ഇത് വേണ്ട ഗൈസ്, വേറെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അത് ചെയ്യുവാണ്. ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങൾ ഓവർ സമയം നിൽക്കില്ല, കാരണം കല്യാണത്തിന് പോകണം. അതിൻ്റെ ഇപ്പോൾ വേക്ക് ഞങ്ങൾക്ക് വരണ്ടേ? അതിന് നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കില്ലേ? ഗൈസ് ഇനിയിപ്പം പാൻറ് മേടിക്കണം. ഞങ്ങളെങ്ങാനും സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കിയാൽ ഇക്ക വന്ന് അകത്താക്കണം. അതിലും വേറെ ഒരുമിച്ച് പോകുന്നതാണ്. ഞങ്ങൾക്ക് നിൽക്കറില്ല, പാൻറ് മേടിക്കണം. 7 പാൻറ് ഉണ്ടല്ലോ, സാറിനും പാൻറ് ഉണ്ടല്ലോ. സാറിനും പാൻറ് ഉണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമേ വിഷയമുള്ളൂ. പിന്നെ 100 രൂപയുടെ 2 ബനിയൻ, 150 രൂപയുടെ 2 പാൻറ്, അത് മതി. ഒരു നേരത്തേക്കല്ലേ, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. എടാ എങ്ങനെ ഉണ്ടടാ? ഏതാ ഒരു പാൻറ് നീ എനിക്ക് തരൂ? ഒരു പാൻറ് 7 എനിക്ക് തരൂ കേട്ടോ. അവനൊരു മനസ്സ് കണ്ടോ, വിശാലമായ മനസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ വാരിക്കോരി എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. പറഞ്ഞ ഇവൻ ആൾക്കാർക്ക് കൊടുത്ത പൈസ ഉണ്ടായിരുന്നു. ഇവന് പാവം എല്ലാരും പറ്റിച്ച് കഷ്ടമുണ്ട്. ഇവനൊക്കെ കൊടുക്കുന്നവന് ആരും കൊടുക്കൂല. ഗൈസ് ഇവൻ അങ്ങനെ നന്നായിട്ട് കൊടുക്കുന്ന ഒരുത്തനാ കേട്ടോ. സത്യമായിട്ടും പറഞ്ഞ അങ്ങനെ ഇതല്ലേ ഇവനെല്ലാരും ഭയങ്കര സഹായിക്കുള്ളപ്പോ ഇവനെ എന്നിട്ട് എല്ലാരും മൂഞ്ചിച്ചോണ്ട് പോകും. എത്ര രൂപ പാവപ്പെട്ടവനാണ് ഇവൻ. കഴിഞ്ഞ മാസമൊക്കെ എത്ര മൂഞ്ചിച്ചിട്ട് പോയെന്ന് പറയാൻ ഇവന്റെ ആവശ്യത്തിൽ ചോദിച്ചിട്ട് ഒരു മനുഷ്യൻ കൊടുക്കൂല. ഞാൻ അതിശയമായി ഞാൻ പ്രതിഷേധിക്കുന്നു. കൊടുക്കാനുള്ളത് സെമിന് പൈസ കൊടുക്കുക. സെവിന്റെ വയറൊക്കെ തള്ളിക്കുന്നത് വെള്ളം മാത്രം പട്ടണി. നജീബിക്ക നേരെ പോവുകയാണ് കല്യാണത്തിന്. നമ്മുടെ വണ്ടിയുടെ പരിപാടികളോട് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ അങ്ങനെ ക്രാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ 30 ദിവസം എന്ന് പറഞ്ഞു. ഇത് വണ്ടിയുടെ ലിഫ്റ്ററുകൾ, അതായത് വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് ടൈമിംഗ് ബെൽറ്റ് ചാടണം. അതിന് എഞ്ചിൻ കൊടുത്തിട്ട് വാൾവുകളുടെ മുന്നിലെ മോളയായിട്ട് മുകളിലായിട്ട് ലിഫ്റ്റർ എന്ന് പറയും. സ്പ്രിംഗ് ആണത്, ഹൈഡ്രോളിക്. നമ്മൾ ഈ ടാപ്പിറ്റ് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ ലിഫ്റ്ററുകൾ. അത് വരുന്നത് ഏകദേശം ഞാനൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ആ വണ്ടിയിൽ കാണിച്ചു തരാം എന്താ സംഭവിച്ചിരിക്കുന്നത് കാണിച്ചു തരാം. വണ്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ബെൽറ്റ് ചാടിപ്പോയാണ് വണ്ടി നിന്ന് പോണത്. പിന്നെ വണ്ടി കറങ്ങില്ലല്ലോ. അത് ഇവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ലിഫ്റ്റർ എന്ന് പറയുന്നത്. ഇത് 16 ഉണ്ടാവും. 16 ലിഫ്റ്റർ ഉണ്ടാവും. ഇത് ഈ 2, 4, 6 എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഈ ലിഫ്റ്ററുകൾ കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കംപ്രഷനും വരികയുള്ളൂ. എഞ്ചിന്റെ കംപ്രഷനും വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ബെൽറ്റിന് പിടുത്തില്ലാതെ അത് കിടന്ന് മാറി ഇവിടുത്തെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത് ഓരോ വണ്ടിക്കും ഓരോ എഞ്ചിനും പലതരത്തിലുള്ള ടെക്നോളജിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 2.2 VTT എന്ന് പറയുന്ന എഞ്ചിൻ അതിന് സംഭവിച്ചിരിക്കുന്ന ഈ ലിഫ്റ്ററുകൾ കട്ടായി കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് ടൈമിംഗ് പോയി, വണ്ടി സ്റ്റക്ക് ആണ്. പിന്നെ അതിപ്പോ നമ്മുടെ ടൈമിംഗ് റെഡി ആക്കിയല്ലോ. ടൈമിംഗ് റെഡിയാക്കി വണ്ടിയുടെ കംപ്രഷൻ. അതായത് നമുക്ക് ഇത്രയും പേര് ചെറിയ സംശയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉള്ളിലൊക്കെ എന്ത് പറ്റി നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ആ ഒരു വലിയ ടെൻഷൻ അവസാനിച്ചിരിക്കുകയാണ്. എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിനിൽ കുഴപ്പമില്ല, എഞ്ചിൻ ക്രാങ്ക് ആയി. അപ്പം ഐഡിയൽ സ്പീഡിൽ നിർത്തിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വെള്ളം കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പിസ്റ്റണൊക്കെ വാടി പോകുമല്ലോ. അത് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ, അതായത് എബി പറഞ്ഞ പോലെ ആ സമയത്തിനനുസരിച്ച് ഞാൻ ഇതിനെ ക്രാങ്ക് ചെയ്ത് ഇന്നത്തെ വീഡിയോയിലല്ല, അടുത്ത ദിവസം ഞങ്ങൾ ഇടാൻ പോകുന്ന വീഡിയോയിലായിരിക്കും ഈ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടാക്കി ഇതിനെ ഒരു വേറെ രീതിയിലായിട്ടായിരിക്കും കാണിക്കാൻ വേണ്ടി പോവുക. അപ്പം നമ്മൾ വിചാരിച്ചത്ര ടെൻഷനിന് അടിക്കേണ്ട കേസില്ല. പിന്നെ ഇതിന് വലിയ ദിവസങ്ങൾ എടുക്കില്ല. ദിവസം ഞങ്ങൾ കറക്റ്റ് പറയുന്നുമില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ
നമ്മള് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയത് അതേ രൂപത്തിൽ തന്നെ നമ്മള് മറ്റേ റെഡ് തുണി പൊക്കുന്നതായിരിക്കും അന്ന്. അപ്പം ആ ഒരു കാര്യങ്ങൾ നീയാണ് തുണി പൊക്കുന്നത്. ഇത്ര നേരം വരെ തുണി ഉണ്ടായിരുന്നു, ഇപ്പൊ തുണി പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണി അവന് വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അഴിച്ചു മാറ്റി. അപ്പൊ വണ്ടിയുടെ സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതാനും ദിവസങ്ങളിൽ ഞങ്ങൾ പോകുന്നതിന്റെ ഇപ്പുറം പുള്ളി വണ്ടി തരാന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എത്ര ദിവസം കൊണ്ട് പോകാനായിട്ട്? ഞാനിനി ഒരു 10-12 ദിവസം അതിനുള്ളിൽ ഈ വണ്ടി എഞ്ചിൻ ഓക്കെ ആയി സ്റ്റാർട്ടിങ്ങിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എബിന് ഈ വണ്ടി ഈ പറഞ്ഞ ദിവസത്തിൽ കൊടുക്കാൻ പറ്റും. സ്റ്റോക്ക് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. എബിൻ പറഞ്ഞിരിക്കുന്നത് ഒരു മോഡിഫൈയും വേണ്ട, എനിക്ക് വണ്ടി എങ്ങനെയാണോ എന്റെ ആക്സിഡന്റിന് മുന്നേ ഞാൻ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയത് അതുപോലെ അതേപോലെ കിട്ടിയാൽ എന്നാണ് പറയുന്നത്. ഞാൻ എന്നാലും എബിന്റെ അടുത്ത് പറഞ്ഞു നോക്കി, എബി ഞാൻ എന്റെ വകയായിട്ട് വേണം ഫ്രീ ആയിട്ട് അതിന്റെ ഇന്റീരിയർ ഒക്കെ ചന്ദന കളറാക്കി തരാം. കമ്പനി എങ്ങനെയാണുള്ളത് അതേപോലെ മതി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ മേടിച്ച ആ ഒരു ഇത് സംഭവം അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ സംഭവം. ഇനി അഥവാ ചേട്ടന് വേണമെങ്കിൽ പൊക്കുന്ന ഒരു സീറ്റ് തന്നേരെ അല്ലേ? ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ സീറ്റ് ഉണ്ട്. അത് പിന്നെ കുറച്ചുകൂടി യാത്ര ചെയ്യാൻ കുറച്ചുകൂടി ബെസ്റ്റ് ആണ്. കാരണം അത് ഒന്ന് കുറച്ചുകൂടി മസ്കുലർ സീറ്റ്സ് ആണ്. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, അത് വെക്കുമ്പോ ഡ്രൈവർ സൈഡും വെക്കണം, ക്വാർട്ടർ ഡ്രൈവർ സൈഡും വെക്കണം. അപ്പൊ രണ്ട് സൈഡ് എന്നാലാണല്ലോ നമുക്ക് അതിന്റെ ഒരു ഷോ വരുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ കയറി ഇറങ്ങിയിരിക്കും. ആ ഒരു മസ്കുലർ സീറ്റ്സ് പെയർ ആയിട്ടുള്ളത് അത് മാത്രമാണ് എബിനോട് ഞാൻ പറഞ്ഞപ്പോ എന്നാ അത് ഓക്കെ ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ വെച്ച് കൊടുത്തേക്കാം. വണ്ടി കയറ്റിട്ട് ഒരു കാര്യമില്ല, ആവശ്യമില്ലാത്ത നമ്മള് കാര്യം നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയറ്റുക എന്നുള്ളതാണ്. വണ്ടിയിൽ പണിയെടുക്കലൊക്കെ ആ സീറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ അത് ഗുഡ് സൂപ്പറാണ്. കാരണം കുഴിയിലിരിക്കില്ല. ഈ ഒരു അടി ഇങ്ങനെ ഇവിടെ നോക്കി ഇതൊക്കെ ഇളകി. അതെ 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 അതെ. പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് വരും. ഇതിൽ വരുന്ന വെച്ചാൽ ഇവിടെ എഞ്ചിന്റെ ബ്ലോക്കിലേക്കാണ് ഇതിന്റെ ഫൗണ്ടേഷൻ വരുന്നത്. ഇതിലിവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് പലയിടത്തും നമുക്ക് ഇതിനെ അതായത് ഇതിന്റെ പിരികൾ കറക്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് വരുന്നത് ടർബോയിലേക്ക് വരുന്ന ഓയിൽ പ്രഷർ പൈപ്പ് ഉണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ബെൻഡായിരിക്കണുണ്ടോ? അപ്പൊ ഇതൊന്നും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് റീത്രെഡ് കിട്ടില്ല. ഇത് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് വേണം ഇതിനെയൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഇതും പോയല്ലേ? ഇത് നമുക്ക് അതേപോലെ കാണുന്നതാണ് ഈ പോയെന്ന് പറയുന്ന ഒന്നുണ്ടോ? ഇത് കണ്ടോ? ഇവിടെ ഈ ഉള്ളിൽ നോക്കൂ, ഉള്ളിലേക്ക് നോക്കി. ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടോ? ഇത് നോക്കിയോ സാറേ? ഇത് കണ്ടോ? ഇവിടെ കണ്ടായിരുന്നു ഗ്യാപ്പ്. ഇത് കണ്ടോ? ഈ തൊട്ട് കാണുന്നത് ടർബോയിലേക്കുള്ള അപ്പൊ അത് അഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. പിന്നെ നമുക്ക് ആ ത്രെഡ് അതേപോലെ കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വാട്ടർ പമ്പ് ഓൾറെഡി വീക്കാണ്. ഇടിച്ചകത്ത് പോയതാണ്, നമ്മൾ പുറത്തേക്ക് എടുത്ത് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഐഡിയൽ ബെയറിങ്ങുകളൊക്കെ കറക്റ്റ് ആണോ, നല്ല പിക്കപ്പ് ആണോ, ലൈഫ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ ഈ വണ്ടിയിൽ ഈ എഞ്ചിനെ തന്നെ വെച്ച് ഇതിന്റെ മാറ്റേണ്ട സാധനങ്ങൾ മാറ്റി എബിന് തരിക. കാരണം ഇതൊക്കെ കംപ്ലൈന്റ് ആകുമെന്ന് എനിക്കറിയാം. കാരണം ഇടി കിട്ടി അതിന് ഏകദേശമൊക്കെ ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു പഴയതിട്ട് ഞാൻ തരുന്നില്ല. നമുക്കത് പുതിയത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അതായത് നമ്മളിപ്പോ എന്തോരം പണിതാലും വരാനുള്ള വഴിയത്തെ, പക്ഷെ എന്നാലും ഒരു കാരണമാക്കൂല ഞാനതൊന്നും. ഇതിൽ നിന്ന് മാറ്റാനുള്ളത് മാറ്റി പിന്നെ കുടുംബത്തിന് ആർക്കായാലും ഒരു യാത്ര പോകുമ്പോൾ പണി കിട്ടരുത്. ആകെ പ്രശ്നങ്ങൾ വരുന്ന ഈ വാട്ടർ പമ്പിന്റെ അവിടെ നിന്ന് വെള്ളം ഇത് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഫ്രണ്ട് മുഴുവൻ അയച്ചിട്ടുണ്ട് വാട്ടർ പമ്പ് മാറാനായിട്ട്. വാട്ടർ പമ്പ് മാറുമ്പോൾ അല്ലെങ്കിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവുകയും ചെയ്യും, വെള്ളം താഴെ കൂടി പോയി. അപ്പൊ ഈ പ്രധാനമായിട്ടും ഇതിനൊരു ഈ ടൈമിംഗ് ബെൽറ്റ് കവർ, അതിന് ഇവിടെ ഒരു കവർ വരും. ആ കവറും കൂടി ഇവിടെ വരും. പ്ലാസ്റ്റിക് കവർ ഇതല്ലേ? ഈ കവർ വെച്ച് ഇതിനിങ്ങനെ മൂടണം. എഞ്ചിനെ കാണില്ല. ഇനി ഈ തരത്തില് ഇങ്ങനെ ഇത് ഉള്ളിലേക്ക് മൂടി കൊടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കറക്റ്റ് ചെയ്യാം. അപ്പൊ ഈ കവർ ഇങ്ങനെ ഇതിനിവിടെ ക്ലോസ് ആയിട്ട് വരണം, ഇതിന്റെ ഉള്ളിലൂടെ. എന്നിട്ട് വേണം എനിക്ക് എന്താ പറയാ ഇതിന്റെ ഉള്ളിൽ നിന്ന് മാറ്റാനുള്ളതൊക്കെ മാറ്റാം. പ്രധാനമായിട്ട് വാട്ടർ പമ്പ് ഞാൻ മാറിക്കളയും. ഓക്കെ, മാറിക്കളഞ്ഞിട്ട് വേണം ഇതിനെ എഞ്ചിനെ ഫുൾ ആയിട്ട് കവർ ചെയ്ത് ടർബോ റീസ്റ്റോറിൽ ചെയ്യാൻ. ടർബോയും അതേപോലെ ഇമ്പല്ലർ സ്റ്റക്ക് ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് അതും അങ്ങനെ വെച്ച് തരാൻ പറ്റില്ല, ടർബോയും മാറിക്കളയേണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഫൗണ്ടേഷൻ മൗണ്ടിങ് ഇരിക്കുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇങ്ങനെ, ഇതാണ് ഇതിന്റെ ഡയറക്ഷൻ. ഒരാൾക്കുണ്ടാവും. അതെ അതെ, എഞ്ചിന്റെ ഡയറക്ഷൻ. അല്ല, ബാക്കിലേക്ക് ഒരു ഇച്ചിരി ചരിവുണ്ടാവും, ഒരു പൊടിക്കും. അതെ, അങ്ങനെയാണ് അത് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ചേട്ടൻ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് പണിയുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ വാഹനം നമ്മുടെ കൈ കിട്ടും. മെയിൻ പരിപാടി ഇതായിരുന്നു, അത് കഴിഞ്ഞു. അപ്പം അടുത്ത ദിവസം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ജലാൽക്കാടൊപ്പം കാണാം അല്ലേ? അതെ, ബൈ.